എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഈവനിങ്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പഠിച്ച് അത് സ്വന്തം ശരീരത്തിനെ രക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന് ബാധ്യതയായി തീരാതെ, ചെറിയ കുടുംബത്തിന്റെ ബാധ്യതയായി തീരാതെ, പ്രായത്തിനൊത്ത പക്വത കാണിച്ച് അവനവന്റെ ശരീരം, അവനവന്റെ അസറ്റ്, ഏറ്റവും വലിയ അസറ്റ് ദൈവം തന്നിരിക്കുന്ന അസറ്റാണ് നമ്മുടെ ശരീരം എന്ന് മനസ്സിലാക്കി തിരിച്ചറിവുകളുടെ കാലമാണ് ശരിക്കും. RCMലെ സക്സസ് എന്ന് പറയുന്നത് തിരിച്ചറിവിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. തിരിച്ചറിവ് ഏത് മേഖലയിലുമാകാം. പണം എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ചെലവാക്കണം, ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാവണം. ആ ഒരു വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് ലൈഫില്. ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് പലപ്പോഴും രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടും പിന്നീട് രോഗങ്ങളായിട്ടും കയ്യിലില്ലാത്ത പൈസ ചെലവാക്കാൻ ഒരു വേദി ഉണ്ടാവുന്നതും ബക്കറ്റ് പിരിവെടുക്കേണ്ടി വരുന്നതും ഒക്കെ ഡിസിപ്ലിൻ ഇല്ലായ്മയുടെ മറ്റൊരു ഭാഗമാണ്. എന്നെ പരിചയപ്പെടുത്തി നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. സാറ് പറഞ്ഞതുപോലെ RCMലേക്ക് വന്നപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് വന്നു. ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിൽ ഉണ്ടാകാൻ, ഇത്രമേൽ ശ്രദ്ധിച്ചിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിൽ ഉണ്ടാവാനുള്ള കാരണങ്ങളെ ഞാൻ അന്വേഷിച്ചു. അതെല്ലാം കണ്ടെത്തി. ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഡോക്ടേഴ്സിനോട് ചോദിച്ചു, ആരും മറുപടി തന്നില്ല. പക്ഷെ ചോദ്യങ്ങൾ ഒരുപാട് ഞാൻ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ചോദിക്കാതെ തന്നെ തന്നതാണ് RCM എന്ന പ്രസ്ഥാനം. ഇന്ന് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ കാരണം RCM ആണ്. അപ്പൊ അതിനേക്ക് എന്നെ ഗൈഡ് ചെയ്തത് രാജൻ സാറിന്റെ വീഡിയോ കണ്ടതാണ്. ഡോക്ടർ രാജൻ ആരാണെന്നറിയില്ല, വീഡിയോ എന്താണെന്നറിയില്ല. ഞാൻ പക്ഷേ സാറിന്റെ ഒരു വീഡിയോ കേൾക്കാനിടയായതും കാണാനിടയായതുമാണ് RCMലേക്ക് എത്താനിടയായത്. ഓരോരോ കാര്യങ്ങൾ പഠിച്ച് അവസാനം എത്തിയത് ഇപ്ക ഫാർമസ്യൂട്ടിക്കൽസിന്റെ അടുത്തേക്കാണ്. അപ്പം പല പല ബ്രാൻഡുകളുള്ള, ഓരോരോ സെക്ഷൻ വൈസ് പഠിച്ചാലും തീരാത്തത്ര ബ്രാൻഡുകളുള്ള ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്നാണ് ഞാൻ ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും ഒരു നിശ്ചിത കാലയളവിന് ശേഷം അവിടുന്ന് പുറത്തു പോരാം. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു പോക്കെന്നുള്ളതില്ല. കം വൺസ് ആൻഡ് സ്റ്റേ ഫോർ എവർ. അതാണ് ശരിക്കും ലോഗോ, മോട്ടോ അതാണ് ശരിക്കും. അപ്പൊ ഇതിലെ രോഗിയായിട്ട് വന്നവൻ ഡോക്ടറായിട്ട് തിരിച്ച് മറ്റുള്ള രോഗികളെ സംരക്ഷിക്കാൻ പര്യാപ്തമായ അളവില് അറിവ് നേടുന്നുണ്ട്. ആ അറിവ് പകർന്നു കൊടുക്കാനുള്ള ധൈര്യമുണ്ടെങ്കിൽ പകർന്നു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിച്ച് അവരെയും നമ്മുടെ കൂടെ ഡോക്ടറാക്കാം. ഇതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. MBBS അതിനു മുകളിലോട്ട് പഠിത്തം അല്ല ഡോക്ടർ. ശരിക്കും അവനവന്റെ ശരീരത്തെ തിരിച്ചറിയുന്ന, അവനവന്റെ ശരീരത്തിന് ആവശ്യമുള്ള പൈസ മുടക്കില്ലാത്ത കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. വെയിലൊരു ഡോക്ടറാണ്, ആഹാരം മറ്റൊരു ഡോക്ടറാണ്, ഉറക്കം മറ്റൊരു ഡോക്ടറാണ്, വ്യായാമം മറ്റൊരു ഡോക്ടറാണ്, ഇങ്ങനെ വെള്ളം മറ്റൊരു ഡോക്ടറാണ്. ഇങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ, ഒരുപാട് ഡോക്ടർമാരെ ചേർത്ത് നിർത്തി നമുക്ക് ഗ്രേറ്റ് ഡോക്ടറായിട്ട് പേരെടുക്കാം. അതിന് ധൈര്യം മാത്രം മതി. നമ്മൾ കേട്ടത് ശരിയോ തെറ്റോ എന്ന് അവലോകനം ചെയ്യാൻ മറ്റൊരു ശരീരം തേടണ്ട, അവനവന്റെ ശരീരം തേടുക. അവനവന്റെ ശരീരത്തിലെ കുറവുകളെ കറക്റ്റ് ചെയ്യാൻ ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ ഉപയോഗിച്ച്, ഞാൻ നിൽക്കുന്നു, ഉദാഹരണം അവരെ നോക്കുന്നല്ല, എന്നെ നോക്കെന്ന് പറയാൻ പാകത്തിന് നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കണം. ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിനെ പാലിലെ വെള്ളം പോലെ ഇഴപിരിക്കാനാവില്ല, വേർതിരിച്ചെടുക്കാനാവില്ല. സർവീസുമുണ്ട്, സമ്പാദ്യവുമുണ്ട്. ഇതിനകത്ത് ഒരു സേവനമുണ്ട്, അതുപോലെ തന്നെ സമ്പാദിക്കുകയും ചെയ്യാം. ഇതിനകത്ത് ക്രൂക്കഡ്നെസ് വിജയിക്കില്ല. ഇതിനകത്ത് പാലിൽ വെള്ളം ചേർത്താൽ അതിന്റെ ആ ഒരു ഗുണം പോകുമെന്ന് പറഞ്ഞതുപോലെ ആ സേവന സന്നദ്ധതയിൽ മറ്റൊന്നും ചേർക്കാതിരുന്നാൽ സുഭിക്ഷമായിട്ട് നന്നായിട്ട് ജീവിക്കാം. അപ്പോ ഞാൻ 30 വർഷം നഴ്സിംഗ് സർവീസിൽ ഉണ്ടായിരുന്നു. 2011 മുതൽ മരുന്ന് തുടങ്ങി. 2020 ആയപ്പോൾ മരുന്നിന്റെ അകത്തായി, പ്രധാന ഭക്ഷണം മരുന്നായി മാറി. 2020 റിട്ടയറായി. 21 RCM എന്നിലേക്ക് വന്നു. ഇന്ന് RCM എന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. RCM കണ്ടു കേട്ട് വിടാനുള്ള ഒരു ചാപ്റ്റർ അല്ല, ഒരിക്കലും അവസാനിക്കാത്ത, ഡെസ്റ്റിനേഷൻ ഇല്ലാത്തൊരു ജേർണി ആണെന്ന് പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പൊ എന്റെ ആ ഒരു പ്രൊഫഷണൽ നോളജ്, അതിനോടൊപ്പം RCMൽ വന്നു കഴിഞ്ഞതിന് ശേഷം കിട്ടിയ കുറേയധികം എക്സ്പീരിയൻസ്, പല ലീഡേഴ്സിന്റെയും ക്ലാസ്സിൽ നിന്ന്, പല ഡോക്ടേഴ്സിന്റെയും ക്ലാസ്സിൽ നിന്ന്, ഇന്നിപ്പോ യൂട്യൂബും മറ്റു മീഡിയകളും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് റെഫറൻസിന് നമുക്കൊരു പഞ്ഞമില്ലാത്ത സമയമാണ്. എന്ത് ചോദിച്ചാലും തിരിച്ചു മറുപടി പറയുന്ന ലെവലിലേക്ക് നമ്മുടെ ഫോൺ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു
ഉപകരണം ഉപയോഗിച്ച് നമുക്ക് എത്ര വേണേലും പഠിക്കാം. അപ്പൊ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. മരിക്കുന്ന നാള് വരെയും പഠിക്കും, മരണം എന്താണെന്നും പഠിക്കും. പോയിട്ട് തിരിച്ചു വന്ന് പറയാൻ പറ്റില്ലാത്ത ഒരു സംഭവമാണ് മരണം എന്ന് പറയുന്നത്. അവിടെയും നമ്മൾക്കൊരു പുതിയ ലേണിംഗ് ഉണ്ട്. പക്ഷെ ആ ലേണിംഗ് മാത്രം ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുവരെ പഠിക്കുന്നതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന നോളജാണ്. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു RCM-ID എന്ന് പറയുന്നത് അതൊരു അസറ്റ് ആണെന്ന് പറയുന്നതിനപ്പുറം അതൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയും. ശരിക്കും നാഷണൽ റെസ്പോൺസിബിലിറ്റി ഇന്ന് നമ്മുടെ TCG പറഞ്ഞിരിക്കുന്ന ആ ഒരു വിപ്ലവകരമായ മാറ്റം, ശരിക്കും ആരോഗ്യത്തിൽ ക്രാന്തി, സെഹത് ക്രാന്തി എന്ന് പറയും. ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യകരമായ കാര്യങ്ങളിൽ കൊണ്ടുവരാവുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് അവനവനിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നെന്ന് പറയാൻ പറ്റില്ല, അവനവനിൽ നിന്നാണ്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ നമ്മളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഇപ്പൊ ക്രോണിക് ആയിട്ട്, സിമ്പിൾ ആയിട്ട് തുടങ്ങി ക്രോണിക് ആയിട്ട് മാറി ICU വരെ എത്തിക്കുന്ന ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിംറ്റമാണ് ശരിക്കും ചുമ എന്ന് പറയുന്നത്. അതുമുതൽ ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഹ്യൂമിഡിറ്റിയിൽ വരുന്ന വ്യത്യാസം, ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസമൊക്കെയാണ് വൈറസ് കൂടാനായിട്ടും വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെരുകാനൊക്കെ കാരണമാകുന്നത്. അനുകൂലമായ സാഹചര്യത്തിൽ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളതും അന്തരീക്ഷത്തിലുള്ളതും സൈലന്റ് കാരിയറായിട്ട് നടക്കുന്ന മനുഷ്യരിലുള്ളതുമൊക്കെയായ വൈറസുകൾ അത് രോഗം വരുത്തുന്ന, മാരകമായ രോഗങ്ങൾ വരുത്തുന്ന വൈറസുകളായിട്ട് മാറുന്നു. ചില വൈറസുകൾ ശരീരത്തിൽ കയറിയ ഒരു കാലത്തും ശരീരം വിട്ടു പോകത്തില്ല എന്നുള്ളതാ സത്യം. അത് പക്ഷെ നമുക്ക് തിരിച്ചറിയില്ല. താൽക്കാലികമായിട്ട് ലക്ഷണങ്ങളെ മാത്രം ചികിത്സിച്ച് ഒക്കെ ആയി എന്ന് പറഞ്ഞ് വീട്ടിൽ പോരും. വർഷങ്ങൾക്ക് ശേഷം തലപൊക്കി വരുന്ന മാരകമായ അസുഖങ്ങള് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാരിയർ ആയിട്ട് നമ്മൾ മാറുകയാണെന്ന് നമുക്ക് തിരിച്ചറിവില്ല. മെഡിക്കൽ സയൻസിലോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്ചാർജ് സമ്മറിയിലോ ഒന്നും എഴുതി തരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ വക തിരിച്ചറിവുകളൊക്കെ എനിക്ക് RCM-ൽ വന്നു കഴിഞ്ഞാണേ ഉണ്ടായത്. അതിനു മുമ്പില്ലായിരുന്നു. അറിവുകൾ ഉണ്ടായിരുന്നു, തിരിച്ചറിവുകൾ RCM തന്നതാണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റില്, അതായത് പെട്ടെന്ന് നല്ല ചൂടുമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല മഴയും വരുന്നുണ്ട്. ഓർക്കാപ്പുറത്തുള്ള മഴ, ഇടി, ഇതൊക്കെ ചില വൈറസുകൾക്ക് വളരെ അനുകൂലമാണ്. നമ്മുടെ ശരീരോഷ്മാവും നമ്മുടെ ശരീരത്തിലെ ലോ ഇമ്മ്യൂണിറ്റിയും, പോഷക ന്യൂനതകളുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത്. ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല. നിർജ്ജലീകരണം എന്ന് പറയുന്നത് വളരെയധികമുണ്ട് എല്ലാരിലും. വളരെ റെയർ ആയിട്ട് മാത്രമേ നമുക്ക് വെള്ളം ശരീരത്തിൽ പാകത്തിനുണ്ട് എന്ന് പറയുള്ളൂ. 75% നമ്മുടെ ശരീരത്തിന്റെ വെള്ളമാണ്. ഒരു വേള ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ പഞ്ഞം കാണിക്കണ്ട. പണ്ടൊക്കെ പറയുമായിരുന്നു വെള്ളം കുപ്പിക്കകത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കുക, അന്നൊക്കെ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴോ? ഇനി അടുത്തത് ഓക്സിജൻ വിലയ്ക്ക് വാങ്ങിച്ച് കയ്യിൽ കൊണ്ട് നടക്കുന്ന കാലം വരുമെന്ന് പറയുന്നു. അതും വരും. കാരണം ഊഹങ്ങളൊന്നും വെറുതെ അല്ല. കാരണം ഇന്നത്തെ അവസ്ഥ കൊണ്ട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ചിക്കൻ പോക്സിനെ പറ്റിയാണ്. ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് ശരിക്കും വാക്സിനേഷൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരസുഖമാണ്. പക്ഷെ എത്ര പേർക്ക് വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് വാക്സിനേഷൻ എടുത്തിട്ടും ചിക്കൻ പോക്സ് വന്നിട്ടുണ്ട്? എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ, ശരീരത്തിലെ പോഷക ന്യൂനത തന്നെയാണ്. ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലായ്മയാണ്. ആന്റിബോഡി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു വൈറസിന് അഗൻസ്റ്റ് ആയിട്ടല്ലേ, ഒരു അസുഖത്തിന്, ഒരു രോഗാണുവിന് എതിരായിട്ട് ശരീരം പ്രവർത്തിച്ച് അവിടെ ഒരു ആന്റിബോഡി ഉണ്ടാക്കണമെങ്കിൽ ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടാവണം. പ്രോട്ടീൻ ഇല്ലാതെ ഒരു കളിയില്ല. ഓരോ കോശങ്ങളും പ്രോട്ടീനാൽ നിർമ്മിതമാണ്. ഇപ്പൊ ചിക്കൻ പോക്സിന്റെ കാരണം എന്ന് പറയുന്നത് വേരിസെല്ല സോസ്റ്റർ എന്നാണ് അതിന്റെ രോഗാണുവിന്റെ പേര്. അതെന്തെങ്കിലും ആകട്ടെ, ആ രോഗാണു എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്നത്? ഒരു സൈലന്റ് കാരിയർ എവിടെയെങ്കിലും ഉണ്ടാവാം. അതായത് പ്രതിരോധ ശേഷി ഉള്ള ഒരു വ്യക്തിയിൽ ഒരു രോഗാണു ഉള്ളിലുണ്ട്, പക്ഷെ രോഗലക്ഷണങ്ങളൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ആ ആളുമായിട്ട് സമ്പർക്കം വരുമ്പോ ഡ്രോപ്ലെറ്റ്, അതായത് വായിൽ നിന്ന് തെറിക്കുന്ന തുപ്പല് ശരിക്കും കുറച്ച് ദൂരം സഞ്ചരിക്കും. അത് നമ്മളിപ്പോ ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തില് സംസാരിക്കുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് തെറിക്കുന്ന ഡ്രോപ്ലെറ്റ് ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടും. ആ വ്യക്തി രോഗിയല്ല, ഇരിക്കുന്നവരും രോഗിയല്ല. ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തിയില് ഒരു രോഗാണു സൈലന്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് വന്ന് കിട്ടുന്ന ആളിന്റെ മൂക്കു മുതൽ ശ്വാസം കയറിപ്പോകുന്ന വഴിയുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭാഗം,
ഇതാണ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ശ്വസന വ്യവസ്ഥയിലെ മൂക്കിന്റെ ടിപ്പ് മുതൽ ഈ തൊണ്ടക്കുഴി വരെയുള്ളത്. പിന്നെ താഴോട്ടുള്ളത് നമ്മൾ കാണുന്നില്ല. ഇത്രയും ഭാഗത്താണ് ആ വൈറസ് നല്ലതുപോലെ ഇരുന്ന് എന്താ പറയാ നമ്പറിൽ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുക, പെരുകുന്നത്. അപ്പൊ ഇത് രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തൊരു വ്യക്തിയിലേ ഇത് സംഭവിക്കുന്നുള്ളൂ. 10 പേർക്ക് ആ ഡ്രോപ്ലെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും രോഗമുണ്ടാവുക. രോഗമുണ്ടാകുന്നതിന് മുമ്പ് രോഗാണു നമ്മുടെ ശരീരത്തിൽ 10 മുതൽ 21 ദിവസം വരെ ശരീരത്തിൽ പണിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് രോഗലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. ആ പീരിയഡിന് നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ലോകം പറയുന്നതാണ് ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയും. ആ ഇൻക്യുബേഷൻ പീരിയഡില് 21 ദിവസം നമ്മുടെ ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചിട്ട് ലക്ഷണങ്ങൾ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ രോഗാണുവിനെ കൊണ്ട് നടന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഒരാൾ കുളിച്ച് കഴിയുമ്പോൾ അടുത്തയാള് റെഡിയായി. ഇങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഇല്ലേ? ഇപ്പൊ ചിക്കൻ പോക്സിന്റെ ഈ ഒരു ഇൻക്യുബേഷൻ പീരിയഡില് അവിടെ എന്താണ് നടക്കുന്നത്? വൈറസുകള് നമ്മുടെ ഉള്ളിൽ ലിംഫ് നോഡുകൾ ഉണ്ട്, കഴലകൾ എന്ന് പറയും. ആ കഴലകൾക്കകത്താണിത് പെരുകുന്നത്. അതിനുശേഷമോ കഴലകളിൽ ലിംഫ് നോഡിന് വൈറസിന്റെ എണ്ണം കൂടി കഴിയുമ്പോൾ അത് ബ്ലഡിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? പാത്ത് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? ശരീരത്തില് ഈ ഒരു ഭാഗത്തൂടെയാണ് കയറുന്നതെന്ന് ഞാൻ പറഞ്ഞു. ത്രോട്ട് വരെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രോങ്കിയൽ, ട്രക്കിയൽ, അങ്ങനെ താഴോട്ട് ലങ്സ്, അങ്ങനെ പോകുന്നത്. അപ്പം കൂടുതൽ നമ്മൾ ഇവിടം കൊണ്ട് ശ്രദ്ധിച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മള് നേസൽ വാഷ്, നമ്മള് ഒരു പ്രാവശ്യമെങ്കിലും നല്ല ഹോട്ട് എയർ, നമ്മുടെ നീരാവി, ആവി പിടിക്കല്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പല ബാക്ടീരിയ നമുക്ക് അല്ലെങ്കിൽ വൈറസിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഇടയ്ക്കെങ്കിലും ആവി പിടിക്കുന്ന ഒരു ശീലം, പ്രത്യേകിച്ച് ക്രൗഡഡ് ആയിട്ട് പോയിരിക്കുന്ന ഏരിയന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോ മൂക്ക് വാഷ് ചെയ്യണം. ഒന്നിൽ നേസൽ വാഷ് എടുക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കാം. കയ്യിൽ വെള്ളം എടുത്തിട്ട് മൂക്കിലൂടെ വലിച്ച് അത് മറുമൂക്കിലൂടെ കളയുന്ന രീതി. ഒന്നുകിൽ രണ്ടിലും ഒരുപോലെ എടുക്കുക, അല്ലെങ്കിൽ രണ്ടും കളയുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗാർഗിൾ ചെയ്യാൻ പറ്റും. കവിളിൽ വെള്ളം കൊള്ളുക എന്ന് പറയാം. നമ്മള് തൊണ്ടയ്ക്ക് പിടിക്കുന്നത്, അത് ലൈറ്റ് ചൂടുള്ളത് പിടിക്കാം. ഇതൊക്കെ നമുക്ക് പ്രിവെന്റീവ് ആയിട്ട് ചെയ്യാം. എന്നാൽ ഒരു സോർ ത്രോട്ട് പോലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആവി പിടിക്കണ്ട. പിന്നെ നമുക്ക് ത്രോട്ട് മാത്രം ക്ലിയർ ചെയ്താൽ മതി, പിന്നെ ആവി പിടിക്കണ്ട. അപ്പൊ നമുക്ക് ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് ആവി പിടിക്കാം. വന്നു കഴിയുമ്പോൾ നമ്മൾ ആവി പിടിക്കേണ്ട. COVID-19 എല്ലാവർക്കും പരിചിതമാണ്. നേരത്തെയൊക്കെ ആവി പിടിക്കും, അസുഖം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവി പിടിക്കില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ കൺജങ്ക്ടൈവ, ഈ ഒരു ഭാഗത്തിലൂടെയും, അതായത് കണ്ണിന്റെ വെള്ളയുടെ താഴത്തെ ഈ കണ്ണിന്റെ ഉൾഭാഗം ഇല്ലേ, ആ ഒരു ശ്ലേഷ്മസ്തരം, മെമ്പറൈൻ, ചെറിയ മ്യൂക്കസ് മെമ്പറൈൻ, അതിലൂടെയും നമുക്ക് ഇൻഫെക്ഷൻ ഉള്ളിൽ കയറാം. ഈ രോഗാണു ഉള്ളിൽ കയറാം. നോസ്, ത്രോട്ട്, കൺജങ്ക്ടൈവ, ഈ 3 വഴിയിലാണ് നമുക്ക് ഈ വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണിത് പകരുന്നതെന്ന് പറഞ്ഞു. ഒന്ന് ഡ്രോപ്ലെറ്റ് ഉണ്ട്, തെറിച്ചു വീഴുന്ന ഇതിന്റെ എന്താ പറയാ തുപ്പലിന്റെ അംശം. രണ്ടാമത് ഓൾറെഡി അസുഖം വന്ന് ബ്ലിസ്റ്റർ ഒക്കെ പൊട്ടി ചൊറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവരുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരും. ആ ബോഡി ഫ്ലൂയിഡുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് വരുന്ന ആൾക്കാർക്ക് അതിലൂടെ ഇത് സ്പ്രെഡ് ആവാം. ഹാൻഡ് ഹൈജീൻ വളരെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ, അതുപോലെ അവരുപയോഗിച്ച സാധനങ്ങളില് ഓർഗാനിസം ഉണ്ടാവാം, രോഗാണു ഉണ്ടാവാം. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ബെയർ ഹാൻഡ് ആയിട്ട് നമ്മളെ കൈ നേരെ ചെന്നെടുത്ത്, അവരുപയോഗിച്ച പാത്രമാകാം, അവരുടെ ഡ്രസ്സാവാം, അവർ കിടന്ന ബെഡാവാം, എന്തുമാവട്ടെ, അതിലൂടെ നമുക്ക് രോഗാണുക്കളെ കിട്ടും. അപ്പൊ നമ്മള് ഏറ്റവും പ്രിവെന്റീവ് ആയിട്ട് ഒരാളെ കെയർ ചെയ്യുമ്പം പ്രിവെന്റീവ് ആയിട്ട് ചെയ്യാനുള്ളത്, 1 മാസ്ക് ഉപയോഗിക്കുക, 2 ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇനി എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ ആ കൈ നേരെ മുഖത്തോ നേരെ കണ്ണിലോ കൊണ്ടുപോകാതിരിക്കുക. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചു ഇത് നമ്മുടെ ഒരു ശീലമായി കഴിഞ്ഞാൽ, അവിടെ ഇവിടെയും തുപ്പുന്ന ശീലം ഇല്ലാതിരിക്കുക. സ്കൂൾ മുതലേ പിള്ളേരെ പരിശീലിപ്പിക്കുക. എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഹൈജീൻ, കൈ കഴുകുന്നത് ശീലമാക്കുക. സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്, കോവിഡ് വന്നപ്പോ എല്ലാവരുടെയും കയ്യിൽ സാനിറ്റൈസർ ഉണ്ടായിരുന്നു. ഇപ്പൊ സാനിറ്റൈസർ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇനി അടുത്തൊരു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് സാനിറ്റൈസർ എടുക്കുക. സാനിറ്റൈസർ സ്ഥിരം നമ്മുടെ ജീവിതത്തില് നമുക്ക് ഉടനീളം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. എപ്പോഴും നമുക്ക് സോപ്പ് എടുത്ത് കൈ കഴുകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു സാനിറ്റൈസർ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. ഇതുപോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ അത് നല്ലതാണ്. ഇപ്പൊ 3 മാർഗങ്ങളിലാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. 1 ഡ്രോപ്ലെറ്റ്, 2
ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിന്റെ ശരീരത്തിലെ ഫ്ലൂയിഡോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ അത് പരളയൊക്കെ പൊളിഞ്ഞ് ബെഡിൽ കിടപ്പുണ്ടാവും, നമ്മൾ ചുമ്മാ ചെന്ന് ബെഡൊന്ന് തുടച്ചാലും മതി. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഓബ്ജക്റ്റ് അവരുപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ചെന്ന് എടുക്കുക, എടുത്തിട്ട് കൈ കഴുകാതിരിക്കുക. സിംപിളി ശരിക്കും അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. പിന്നെ ചിക്കൻ പോക്സിന്റെ വൈറസിന് മാത്രമുള്ള ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. വൺസ് ശരീരത്തിൽ കയറിയാൽ അത് നിർവീര്യമാക്കപ്പെട്ടാൽ പോലും ശരീരത്തിന്റെ പുറത്ത് അത് പോകുന്നില്ല, അത് ശരീരത്തിൽ ജീവിക്കും, എക്കാലവും ശരീരത്തിൽ ജീവിക്കും. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കറിയാം ഹെർപ്പിസ് വന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത് നാഡികളിലാണിത്. പിന്നെ അവര് സൈലന്റ് ആയിട്ടിരിക്കുന്നത് നാഡികളിൽ. ഇപ്പം ഹെർപ്പിസ് എന്ന് പറയുന്ന രണ്ടാമത് വരുന്ന വർഷങ്ങൾക്ക് ശേഷം തലപൊക്കും, ഇമ്മ്യൂണിറ്റി താന്നു കഴിയുമ്പോ, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടെന്നൊക്കെ പറയോര്. പക്ഷെ ഈ ഒരു വൈറസ് എപ്പോഴെങ്കിലും ഇൻഫെക്ഷൻ, ശരിക്കും ഒരു ചിക്കൻ ബോക്സ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല, പക്ഷെ ആള് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വൈറസ് ശരീരത്തിനുള്ളിൽ സ്റ്റേ ബാക്ക് ചെയ്ത് ലൈവായിട്ട് പക്ഷേ സൈലന്റ് ആയിട്ടിരിക്കും. നാഡികളിലാണ് അത് ജീവിക്കുക. കുറെ കാലത്തിന് ശേഷം ക്ലസ്റ്റർ ആയിട്ട് കുരുക്കളും സഹിക്കാൻ മേലാത്ത വേദനയുമായിട്ട് കുറെ കുരുക്കൾ ഇങ്ങനെ വരും. ഈ ഭാഗത്ത് വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെ വന്നാലും സീരീസ് ആയിട്ട് ഒരു നൂല് കെട്ടിയതുപോലെ കൊമളകളും ആയിട്ട് വരും. ചിലപ്പോ അത് മുന്തിരിക്കൊല പോലെ ഇങ്ങനെ പല വെറൈറ്റി ആയിട്ട് അത് കാണാം. എവിടെ ഉണ്ടായാലും അത് ക്ലസ്റ്റർ ആയിട്ടാണ്, ഒരു കൂട്ടം കുരുക്കളാണ്. വേദന സഹിക്കില്ല, അത്ര അതിഭയങ്കരമായ വേദനയുമായിരിക്കും. അപ്പൊ അതിനൊരു കോഴ്സ് ഓഫ് ടൈം കഴിഞ്ഞാല് അത് മാറുള്ളൂ. അപ്പോഴാണ് അതിനെ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ അതിനെ നമ്മള് വേരിസെല്ല സോസ്റ്റർ എന്ന്, ചിക്കൻ പോക്സ് വൈറസ് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ ബ്രസ്റ്റിന് താഴ്വശം പള്ള ഭാഗത്തായിട്ട് ഫ്ലാങ്കില് നന്നായിട്ട് ക്ലസ്റ്റർ ആയിട്ട് നീളത്തിൽ വരും. ഇങ്ങനെ 2 സൈറ്റാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മരുന്നിന്റെ ആവശ്യമില്ല. വൈറസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു കോഴ്സ് ഓഫ് ടൈം കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും. പല വൈറസിനും അങ്ങനെയാണ്. ഒരു വൈറസിനും നമുക്ക് മരുന്നില്ല. പക്ഷേ ആന്റിബയോട്ടിക് ചോദിച്ച് വാങ്ങിക്കുന്ന ശീലമുണ്ട് ആൾക്കാർക്ക്. ഒരു ഡോക്ടർ ആന്റിബയോട്ടിക് എഴുതിയില്ലെങ്കിൽ പോലും ആന്റിബയോട്ടിക് എന്തേ എഴുതാത്ത, ഇല്ലെങ്കിൽ എഴുതുന്ന ഡോക്ടറിന്റെ അടുക്ക പോയി വാങ്ങിച്ച് കഴിക്കും, സമാധാനപ്പെടും. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. ആന്റിബയോട്ടിക് നമുക്ക് ആവശ്യം ഉണ്ടായി വരുന്നത് വൈറസിന്റെ ഇൻഫെക്ഷൻ കൂടിയിട്ട് ഇൻഫെക്ഷൻ സ്റ്റേജ് കണ്ടിന്യൂ ചെയ്ത് ഇമ്മ്യൂണിറ്റി ലോ ആയി, ഹൈ ഫീവർ ആയി, അതുപോലെ തന്നെ കഫക്കെട്ടുണ്ടായി, അതുപോലെ തന്നെ ശ്വാസം മുട്ടലുണ്ടായി. ഇങ്ങനെ വരുമ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുന്നത്. അതർവൈസ് ഒരു ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുക്കൽ വരാറുണ്ട്, ഇത്ര സിവിയർ ആയിട്ട് ചുമയായിട്ട് പോലും ഒരു ആന്റിബയോട്ടിക് കൊടുത്തില്ല മാം. ശരിക്കും അവര് ശരിയാണ്. പക്ഷെ നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്താണ്, ഇത്രയും ചുമ ഇത്രയും വയ്യാതെ ചെന്നപ്പോ ഒരു ആന്റിബയോട്ടിക് വേണ്ടതായിരുന്നു. ശരിക്കും ആന്റിബയോട്ടിക് കൊടുക്കാത്ത ഡോക്ടറിന് സല്യൂട്ട്. കാരണം അൺനെസസറി ആയിട്ട് ആന്റിബയോട്ടിക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ ഒന്നും ഏക്കത്തില്ല എന്നുള്ളതാണ് സത്യം. എന്തിനും നമ്മൾ റെസിസ്റ്റന്റ് ആയി പോകും. നോർമലി നമ്മൾക്കുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാതായി പോകും. ഒരാളും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല. ആന്റിബയോട്ടിക് 7 ദിവസം എടുക്കേണ്ടതും 5 ദിവസം എടുക്കേണ്ടതും 2 ദിവസം കഴിച്ചു കഴിയുമ്പം സിംറ്റംസ് ഒക്കെ കുറയും, രോഗലക്ഷണങ്ങളൊക്കെ താഴേക്ക് വരും. അപ്പൊ പിന്നെ നമ്മൾ എടുക്കില്ല. അപ്പൊ തന്നെ ആ വൈറസ് ഏതുമായിക്കോട്ടെ, അല്ലെ ആ ഒരു ബാക്ടീരിയ ഏതുമായിക്കോട്ടെ, അതിന് നമ്മൾ റെസിസ്റ്റന്റ് ആയിട്ട് തീരും. ആ പർട്ടിക്കുലർ മരുന്ന് പിന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് എത്രയാണ് അതിന്റെ കോഴ്സ് ഡോക്ടർ പറയുന്നത് കൃത്യമായിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ വൈറസിനെ നമ്മൾ നോവിച്ചു വിട്ട പാമ്പെന്ന് പറയില്ലേ, അതുപോലെ ആയി പോകും. നമുക്ക് വീണ്ടും അങ്ങനെ ഒരു ഇൻഫെക്ഷൻ അതേ വൈറസിൽ നിന്നല്ലേ അതേ ബാക്ടീരിയയിൽ നിന്നുണ്ടായാൽ നമുക്ക് ചികിത്സിക്കാൻ മറ്റൊന്നും തേടാൻ പറ്റില്ല, മരുന്നില്ല. ഷിഗല്ല എന്നാണ് നമ്മുടെ ഹെർപ്പിസിന് രണ്ടാമത്തെ പേര് പറയുന്നത്. ദെൻ ആരാണ് ഈ ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യതയുള്ളത്? റിസ്ക് ഫാക്ടർ എന്നല്ലേ, റിസ്കിലുള്ള ആൾക്കാര്, രോഗം വരാൻ ഏറ്റവും പ്രോൺ ടു ആയിട്ട്, എന്നുവെച്ചാൽ ഇങ്ങനെയുള്ളവർക്ക് വരാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ അൺവാക്സിനേറ്റഡ്, വാക്സിനേഷൻ ചിക്കൻ പോക്സിന് എടുത്തിട്ടില്ല, എതിരായിട്ട് മീൻസ് ഒരു വാക്സിനേഷൻ എടുക്കാത്ത വ്യക്തി. ഇനിയിപ്പോ നേരിട്ട് ചിക്കൻ പോക്സിന്റെ വാക്സിൻ തന്നെയല്ല, മറ്റൊരുപാട് വാക്സിനേഷൻസ് നമുക്കുണ്ട്. വാക്സിനേഷൻ എടുക്കാത്ത വ്യക്തികൾ ഇതിന് പ്രോൺ ടു ആണ്, അല്ലെങ്കിൽ വരാൻ ഏറ്റവും കൂടുതൽ റിസ്കിലുള്ള ആൾക്കാരാണ്. ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ ചില ഡിസീസ് കണ്ടീഷൻസിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ്, ഏതെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ആയിക്കോട്ടെ,
അതുപോലെ ചില കീമോതെറാപ്പികൾ, ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി താന്നിരിക്കും. അങ്ങനെ ഇമ്മ്യൂണിറ്റി താന്ന സമയത്താണ് ഒരു ഇൻഫെക്ഷൻ കിട്ടുന്നതെങ്കിൽ അത് ഇവർക്ക് രോഗമായിട്ട് മാറാം. പ്രഗ്നന്റ് ലേഡീസ് ആൻഡ് ന്യൂ ബോൺസ്, ഇവർക്ക് വളരെയധികം കെയർ കൊടുക്കണം. എവിടെയെങ്കിലും ചിക്കൻ പോക്സുകാരുണ്ടെങ്കിൽ ആ വഴിയെങ്ങും പ്രഗ്നന്റ് ലേഡി പോകാതിരിക്കുന്നതാണ് നല്ലത്. കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള വീടുകളിൽ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും ആ അമ്മയും അവിടുന്ന് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ നോക്കണം, ഞാൻ ആദ്യമേ പറഞ്ഞ 10 to 21 ഡേയ്സ് എന്ന് പറഞ്ഞ ഇൻക്യുബേഷൻ പീരിയഡിനുള്ളിലാണെങ്കിൽ അറിയാതെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷെ റിസ്കിലുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സിംറ്റംസ് എന്താണ് ഉണ്ടാകുക? ചിക്കൻ പോക്സ് വരാൻ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? ശരീരം ഇടിച്ചു വാരിയ പോലെ വേദന ഉണ്ടാവും, നല്ല വേദന. ചിലപ്പോ ആ വേദനയ്ക്ക് ഒരു പ്രത്യേകത ലോവർ ബാക്കേക്ക് ആയിരിക്കും. പുറം കട്ട് കഴിക്കുന്ന വേദന ഉണ്ടാവാം, ഭയങ്കര തലവേദന, ക്ഷീണം, ഫറ്റീഗ് എന്ന് പറയുന്ന ലെവലിലേക്ക്, അതായത് ക്ഷീണം മാറ്റാൻ നമ്മളൊന്ന് കിടന്നു, കുറച്ച് വെള്ളം കുടിച്ചു, ചായ കുടിച്ചു, ഒന്നിലും ക്ഷീണം അമരുന്നില്ലാത്തൊരവസ്ഥ, ഫറ്റീഗ്നെസ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിശപ്പ്, പെട്ടെന്ന് വിശപ്പ് കെടുക. ഇതൊക്കെയാണ് പൊതുവെ ഒരു ലൈറ്റ് ഫീവർ ഉണ്ടാവാം. ഒത്തിരി ഹൈ ഫീവർ ഒന്നും ഉണ്ടാവത്തില്ല. അത് തുടക്കത്തില് ലൈറ്റ് ഫീവർ, പക്ഷെ പനി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജോലി ചെയ്യാം എന്നുള്ള മട്ടിലുള്ള ലക്ഷണങ്ങളെ ഉള്ളൂ. ഇനി ഇതിന്റെ റാഷസ് പുറത്തു വരുന്നത്, അതിന്റെ ആ പാറ്റേൺ നോക്കിയാൽ നമുക്ക് ഇത് മനസ്സിലാക്കും. ചെറിയ ചുവന്ന പാടുകൾ നമ്മള് നല്ല വെളുത്ത ശരീരത്തിൽ കൊതുകുത്തി കഴിഞ്ഞിട്ട് അല്ലെ ഒരു ഉറുമ്പ് കടിക്കുമ്പോ നല്ല റെഡ് കളറ് പാടുണ്ടാവാറുണ്ട്, ചെറിയ പാട്. ആ ചെറിയ പാട് ആദ്യം ഉണ്ടാവുന്നത് ഇടനെഞ്ചിലാണ്, ബ്രസ്റ്റ് ലൈനിന്റെ ഇടയ്ക്ക്. ലേഡീസ് ആണെങ്കിൽ ആ ബ്രസ്റ്റിന്റെ ഇടഭാഗം, സ്ട്രോണത്തിന്റെ മുകളില്, ഉരോസ്തി എന്ന് പറയുന്ന ഈ ഭാഗം ആദ്യം വരും. നേരെ പുറകിലും വരും, ഫ്രണ്ടിലും ബാക്കിലും, ട്രങ്കിലാണ് ആദ്യം ബ്ലിസ്റ്റർ വരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ മുഖത്തിലേക്കൊക്കെ മാറുന്നത്. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. മിക്കവാറും പിന്നെ സയൻസ്, അതിന്റെ ശാസ്ത്രമൊന്നും അറിയില്ല. ഇത് പൊങ്ങുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും ഉറപ്പായിട്ടും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വ്യാഴാഴ്ച നൈറ്റ് ഫീവർ, ബോഡി പെയിൻ, എന്താണെന്നറിയില്ല. ഡ്യൂട്ടിയുടെ ഹെക്ടിക് ഡ്യൂട്ടി ആയിരുന്നത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഇടനെഞ്ച് ചൊറിഞ്ഞപ്പോ നീറി നോക്കുമ്പോ 4 ബ്ലിസ്റ്റർ നേരെ ഉണ്ട്. അത് മുഴുവൻ യൂണിഫോമിട്ട് തൂത്തുകളഞ്ഞു, പൊട്ടിപ്പോയി. അതെന്താണെന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പിറ്റേ ദിവസം വെള്ളിയാഴ്ച കുളിച്ചു കഴിഞ്ഞിരിക്കുമ്പോ മുടി ഇങ്ങനെ ഇടുമ്പോ ഈ സൈഡിൽ മുഴുവനും, ബാക്കില് 1 മണിക്കൂറിന് അതെന്നുവെച്ചാൽ ആ ചുവന്ന പാട് വന്നത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല. അത് വെസൈക്കിളായി, അതിനകത്ത് വെള്ളം നിറഞ്ഞ് അത് ബ്ലിസ്റ്റർ ആയ സമയത്താണ് ചൊറിച്ചിൽ ഫീൽ ചെയ്തത്. ആ ചൊറിഞ്ഞ സമയത്ത് അത് പൊട്ടുകയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മുഖത്ത് ഒരു കുരു ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ഞെക്കിക്കളയാൻ ശ്രമിച്ചു, പക്ഷെ ഞെക്കിയിട്ട് പുറത്ത് ചാടിയില്ല. അപ്പൊ ഈ ബ്ലിസ്റ്റർ പൊങ്ങിയ സമയത്ത് ഇത് കേറി വലുതായി, ഇൻഫെക്റ്റഡ് ആയി, കണ്ണില്ലാതായിപ്പോയി, മുഖം മുഴുവൻ നീരായിപ്പോയി. അത് ഇതിന്റെ ഭാഗമാണെന്ന് മനസ്സിലായില്ല. അപ്പൊ നമുക്കൊരു കുരു വന്നാൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഞെക്കുക എന്നുള്ളത്. ആ ഞെക്കിയിട്ടതിനകത്തുനിന്നൊന്നും പുറത്തോട്ട് വന്നില്ല എന്ന് മാത്രമല്ല, 7-8 ദിവസം ഈ കണ്ണില്ലായിരുന്നു. ഈ വശം മുഴുവനും കംപ്ലീറ്റ് സ്വെല്ലിംഗ് ആയിപ്പോയി. സൂചി കുത്താൻ വിടവില്ലാതെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ ശരീരം മുഴുവനും സ്പ്രെഡായി. വിത്തിൻ നോ ടൈം കണ്ടുപിടിച്ച് വിത്തിൻ അവേഴ്സിൽ ശരീരം മുഴുവൻ സ്പ്രെഡ് ആകും. അതാണ് ഇതിന്റെ ഒരു പാറ്റേൺ. ആദ്യം ചെറിയ ചുവന്ന പാട്, രണ്ടാമത് അത് ഇച്ചിരി വലുതായി, അതിനകത്ത് വെള്ളം നിറയും, ബ്ലിസ്റ്റർ ആകും, പിന്നെ അത് പഴുക്കും, പിന്നെ അത് പൊട്ടും. ഇത്രയേ ഉള്ളൂ. അതിനെല്ലാം കൂടെ ഒരു 10 to 14 ഡേയ്സ് എടുക്കും. വേറൊരു അപകടമുള്ളത്, ഇതിന്റെ കൂടെ ഇതേ സമയത്ത് ജർമ്മൻ മീസൽസ് എന്ന് പറഞ്ഞ സാധനം കടന്നുകൂടും. അത് മറ്റൊരു വൈറസാണ്, ഓൾറെഡി ലോ ഇമ്മ്യൂൺ ആണ്. അപ്പൊ മറ്റൊരു വൈറസും കൂടെ കടന്നുകൂടാൻ സാധ്യത കൂടുതലാണ്. കണ്ണുകളൊക്കെ റോസപ്പൂ പോലെ ചുമന്നിരിക്കും, ബോധം വരെ മറഞ്ഞു പോകും. അത്ര തീവ്രമാണ് ആ സംഭവം. ഇപ്പോ വാർണിംഗ് സൈൻ ആയിട്ട് ചെയ്യുന്ന, നമുക്ക് എങ്ങനെയാണ് വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ, ഇത് സാധാരണഗതിയിൽ ചികിത്സയൊന്നും ആവശ്യമില്ല, അത് വരും, അത് പോകും, റെസ്റ്റ് എടുക്കണം. സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് രോഗലക്ഷണം കാണുന്നത് അതിനനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ഉള്ളൂ. ചൊറിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ ഒരു മെഡിക്കേറ്റഡ് സിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള ലോഷൻ കിട്ടും. അത് നമ്മൾ ശരീരത്ത് പുരട്ടുന്നു. ആര്യവേപ്പില വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ഇല മേത്ത് തേച്ച് മേല് കഴുകി കുളിക്കാം. ഡെയിലി കുളിക്കണം, മസ്റ്റായിട്ടും കുളിക്കണം. പിന്നെ ആര്യവേപ്പ് വെതറി അതിൽ കിടക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആര്യവേപ്പ് വെതറി കിടക്കുമ്പോൾ അതിൽ ചെലന്തി ഉണ്ടാവാൻ പാടില്ല, അതിന്റെ കമ്പും കോലും ഒന്നും പാടില്ല, ശരീരത്തിൽ അതുമൂലം ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ പാടില്ല. ആര്യവേപ്പ് ഒരുപാട് നല്ലതാണ്. ഇനി എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്? ഈ വന്ന ബ്ലിസ്റ്റർ
വളരെ വലുതാകുകയും ഇൻഫെക്റ്റഡ് ആകുകയും ഒരുപാട് വേദനയുള്ളപ്പോഴും ഹൈ ഫീവർ ആകുകയും ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണണം. അതുപോലെ തന്നെ ബ്രീതിങ് ഡിഫിക്കൽറ്റി വളരെ റെയർ ആയിട്ട് ചില ആൾക്കാരിലെങ്കിലും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാരില് ചിക്കൻ പോക്സ് വളരെ അപകടം പിടിച്ചതാണ്. വളരെ ശ്രദ്ധിക്കണം. ചിക്കൻ പോക്സ് വന്നാൽ ന്യൂമോണിയ എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷനിൽ എത്തിച്ചേരും. അവര് സൈലന്റ് ആയിട്ട്, അവർക്ക് ഫീവർ ഒന്നും കാണില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് അവര് ന്യൂമോണിയയിലേക്ക് എത്തുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഫെറ്റലാണ്. അത് ശരിക്കും മരണതുല്യ അല്ലെ മരണഭയം ഉൾപ്പെടുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറും. അതർവൈസ് ചിക്കൻ പോക്സ് ആസ് സച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. അതിനൊരു കോഴ്സ് ഓഫ് ടൈം ഉണ്ട്. ആ സമയത്ത് ശരീരം തണുക്കെ ഉള്ളിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് പ്രധാനമായിട്ടും. ഹൈഡ്രേഷൻ, ശരീരത്തിലെ നിർജ്ജലീകരണം ഇല്ലാതെ ജലാംശം പാകമാണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാന ട്രീറ്റ്മെന്റ്. പിന്നുള്ളത് ന്യൂറോളജിക്കൽ സൈനായിട്ട് വരുന്നത് ഡോക്ടറെ കാണണം എന്നുള്ള മറ്റൊരു കണ്ടീഷനാണ്. ചുമ്മാതെ മയങ്ങി കിടക്കുക, കണ്ണു തുറക്കാൻ പറ്റണില്ല, മയക്കം തന്നെ മയക്കം. അങ്ങനെയുള്ള അവസ്ഥ കണ്ടാൽ അതും ഒരു സീരിയസ് കണ്ടീഷനാണ്. കാരണം വൈറസ് ട്രാവൽ ചെയ്ത് ബ്രെയിനിന്റെ കവറിങ്ങില് ചിലപ്പോ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീഴ്ച ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നമുക്കറിയില്ല. ചിക്കൻ പോക്സ് സീരിയസ് അല്ല, പക്ഷെ അത് സീരിയസ് ആകുന്ന അവസ്ഥകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പുറത്ത് കാണുന്ന ബ്ലിസ്റ്ററുകൾ പഴുക്കുകയോ കൂടുതൽ വേദനയോ അത് വലുതാകുകയോ ചെയ്യുന്ന നമുക്ക് സഹിക്കാൻ മേലാത്ത വേദനയും കാര്യങ്ങളും ആണെങ്കിൽ ഡോക്ടറെ കണ്ടേ മതിയാവൂ. ഇനി അതുകൂടാതെ ബ്രീതിങ് ഡിഫിക്കൽറ്റി, ശ്വാസം മുട്ടലുണ്ടാവുക ന്യൂമോണിയയുടെ തുടക്കമാണ്. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്നുള്ള കണ്ടീഷൻ. അതുപോലെ അത് കാരണം എന്താന്ന് വെച്ചാൽ ലങ്സില് ചെന്നിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടായി, അതിന്റെ നീർവീഴ്ച ഉണ്ടായിട്ട് ലങ്സ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ വേദനയുള്ളത് കൊണ്ട് ബോഡി റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ശ്വാസം കിട്ടില്ല. ഹൈ ഫീവർ, പിന്നെ നമുക്ക് ഡ്രൗസിനെസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻ കണ്ടാൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. ഇപ്പൊ ആന്റിവൈറൽ ഫ്ലൂവിർ കുറെ പറഞ്ഞിട്ട് കുറെ മരുന്നുകളുണ്ട്. ഇത് നമ്മൾ തുടക്കത്തിൽ എടുത്താൽ ശരിക്കും ഇത് പുറത്ത് വന്നു പോകുന്നതാണ് ഏറ്റവും സേഫ്. ബ്ലിസ്റ്റർ വരട്ടെ, വന്നിട്ട് പോട്ടെ. വരാതിരിക്കാൻ കോസ്മെറ്റിക് റീസൺ വെച്ചിട്ട് ഇത് മുഖത്തെല്ലാം പാടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഇത് ഉള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഡയബറ്റിക് ആവാം, അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ഉണ്ടാവാം, അതുപോലെ ന്യൂമോണിയ കൂടാം. ഇതൊക്കെ ഇത് സംഭവിക്കാം. നമ്മൾ ഉള്ളിൽ ഒതുക്കുന്നതിന് പകരം നല്ലതുപോലെ ശരീരം തണുക്കയുള്ള ആഹാരം കഴിച്ച്, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ പിന്നെ ഒരുപാട് എണ്ണ ഉള്ള ആഹാരം ഒന്നും കഴിക്കാതിരിക്കുക. ലൈറ്റ് ആയിട്ട് ആഹാരം, വിശപ്പുണ്ടെങ്കിൽ മാത്രം ആഹാരം കൊടുക്കുക. വിശപ്പില്ലാച്ചാല് ശരീരം ഉള്ളിലോട്ടൊന്നും എടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, നിർബന്ധിച്ച് നമ്മൾ ആഹാരം കൊടുക്കരുത്, പക്ഷെ വെള്ളം കൊടുക്കണം. വിശപ്പുണ്ടാവും, ഉണ്ടായി കഴിഞ്ഞിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. വളരെ ലൈറ്റാന്ന് പറഞ്ഞാൽ ദഹനത്തിന് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ശരീരത്തില്. അപ്പൊ നമുക്ക് എനർജി കിട്ടാൻ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോൺ ഡിയുടെ പൗഡർ കിട്ടും, അത് വാങ്ങിച്ചു വെച്ച് കലക്കി കൊടുക്കുക. ഇനി RCMല് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. കോംപ്ലിക്കേഷൻ കാണുന്നത്, കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് കോംപ്ലിക്കേഷൻ സ്കിൻ ഇൻഫെക്ഷൻ ആണ്. ഇപ്പൊ പാടുകൾ വരും, നഖം കൊണ്ടിട്ടില്ല, ഓട്ടോമാറ്റിക്കലി ബ്ലിസ്റ്റർ വന്നു, അത് ക്രസ്റ്റായി, അത് പഴുത്തു, അത് പൊട്ടി, അത് പോവുകയാണെങ്കിൽ ഒരു പാടുപോലും ഉണ്ടാവില്ല. ഒരു സൂചിത്തുമ്പ് പോലും വെക്കാൻ ഇടമില്ലാതെ ചിക്കൻ പോക്സ് വന്ന മുഖമായത്. പക്ഷെ ഒറ്റ പാടേ ഉള്ളൂ, ഞാൻ പിടിച്ച് ഞെക്കിയെന്ന് പറഞ്ഞ ആ ഒരു കുരുവിന്റെ പാട്, അത് നല്ല ഡീപ്പായിട്ട് കുഴിഞ്ഞു കിടപ്പുണ്ട്. അതർവൈസ് ഒരൊറ്റ പാടും മുഖത്തിൽ ഉണ്ടാവില്ല. ഇനി മുഖത്ത് ഇമ്മീഡിയറ്റ്ലി ഉള്ള പാട് മാറാനായിട്ട് നമുക്ക് രക്തചന്ദനം അരച്ചു പുരട്ടാം, നമ്മുടെ മഞ്ഞൾ ഉള്ള സാധനങ്ങൾ, മഞ്ഞൾ തന്നെ പുരട്ടാം. ഇതൊക്കെ പുരട്ടി നമുക്ക് ആ പാട് കുറച്ച് സമയം കഴിയുമ്പോൾ, കാരണം സ്കിൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ റെജുനുവേഷൻ നടക്കുന്നത് നമ്മുടെ സ്കിന്നുകളിലാണ്. അപ്പൊ അത് സമയമെടുത്തത് മാറിക്കോളും എന്നുള്ളത് പരമാർത്ഥമായ കാര്യം. അതിന് എന്റെ മുഖം കണ്ടെച്ചാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് ന്യൂമോണിയ, അഡൽട്ടിൽ ന്യൂമോണിയ ഉണ്ടാവുക, കോംപ്ലിക്കേഷൻ ഉണ്ടാവും. പ്രഗ്നന്റ് വുമൺ, അത് ആ കൊച്ചിന് വരെ, ന്യൂബോൺ കുഞ്ഞിന് വരെ അത് അസുഖം വരും. അതൊക്കെ വളരെ അപകടമാണ്. ലെസ് കോമൺ ആയിട്ട്, വളരെ റെയർ ആയിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻ ആണ് ബ്രെയിനിലെ ഇൻഫെക്ഷൻ ഉണ്ടാവുക. ബ്രെയിൻ മീൻസ് എന്താ പറയാ, നമുക്ക് എൻസിഫിലൈറ്റിസ് എന്ന് പറയും. തലച്ചോറിന്റെ കവറിങ്ങില് ഇൻഫെക്ഷൻ ഉണ്ടാവുക, അത് വളരെ റെയർ ആയിട്ട് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ന്യൂമോണിയ ആണ്. പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇതാണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ സിംറ്റമാറ്റിക് ആണ്, ലക്ഷണം അനുസരിച്ചാണ്. വിശപ്പില്ലാത്തവർക്ക് അവർക്ക് ഫ്ലൂയിഡ് മാത്രം കൊടുത്ത് ഫ്ലൂയിഡിൽ വെക്കാം, ആഹാരം ഒന്നും കൊടുക്കണ്ട. ചൊറിച്ചിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഫീവർ ഉണ്ടെങ്കിൽ ഫീവർ മാറ്റാനായിട്ടുള്ള ടാബ്ലറ്റ്, മെഡിക്കൽ ആണെങ്കിൽ അവർ പാരസെറ്റമോൾ ആണ് കൊടുക്കുന്നത്.
നമുക്ക് RCM-ലൂടെ എന്ത് ചെയ്യാമെന്ന് ഞാൻ പിന്നീട് പറയാം. ചൊറിച്ചിൽ മാറ്റാൻ ആന്റിഹിസ്റ്റമിൻ എന്ന് പറയുന്ന സാധനം കൊടുക്കും. ശരീരത്തിൽ മുഴുവൻ പുരട്ടാനായിട്ട് ഒരു കലാമിൻ ലോഷൻ സിങ്ക് ബേസ്ഡ് ആണ്. അത് ആ ചൊറിച്ചിലിന് ഒരല്പം ആശ്വാസം കിട്ടുന്നതാണ്. അത് കൊടുക്കുമായിരുന്നു. ഇതേ ഉള്ളൂ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ. അപ്പൊ നമുക്ക് RCM-ൽ എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചതുളസി ഡ്രോപ്സ് പ്രിവെന്റീവ് ആയിട്ടും പനിയുള്ള സമയത്തും പനിയില്ലാത്ത സമയത്തും പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് പഞ്ചതുളസി ഈ ഏരിയകൾ എവിടെയെങ്കിലും ഒരാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ആൾക്കാര് പഞ്ചതുളസി ആ വീട്ടിൽ കുടിവെള്ളത്തിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നത് ശീലമാക്കാതും. അതുപോലെ തന്നെ തണുത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ചൂടുവെള്ളം തന്നെ കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഒന്നുകിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 പ്രാവശ്യമോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് വെള്ളം കുടിക്കുന്നതിനകത്തൊക്കെ 2 തുള്ളി വെച്ച് ഒഴിച്ചു വേണേലും കുടിക്കാം. പഞ്ചതുളസി നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. പ്രിവെന്റീവിലായിട്ടും ക്യൂറേറ്റീവായിട്ടും. ഉറുത്തി ചുമ വരും, അതിനൊക്കെ അത് നല്ലതാണ്. കോർട്ടിസോൾ ആണ്, നാച്ചുറൽ കോർട്ടിസോൾ ആണ് നമ്മുടെ തുളസി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റിന് ഒരുപാട് കാര്യങ്ങൾക്ക് ഉതകുന്നതാണത്. പിന്നെ നമുക്ക് മുരിങ്ങ ബോഡി ലോഷൻ. നമുക്ക് കലാമിന്റെ അകത്ത് സിങ്ക് ഉണ്ട്, മുരിങ്ങ ബോഡി ലോഷന്റെ അകത്തും സിങ്ക് ഉണ്ട്. മുരിങ്ങയുടെ സത്താണ്. മുരിങ്ങ സത്തുകൾ ഇഷ്ടം പോലെ ഉള്ളതാണ്. മുരിങ്ങ ബോഡി ലോഷൻ മേത്ത് പുരട്ടാൻ കൊടുക്കാം. അതുപോലെ ഡെയിലി മേല് കഴുകാൻ ആര്യവേപ്പിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ആറിയതിനു ശേഷം ചെറിയ ചൂടോടുകൂടി മേത്തൊഴിക്കാം. മേല് തേക്കാൻ ആര്യവേപ്പില തന്നെ ഉപയോഗിക്കാം. ഫീവറിന് കൊടുക്കാം. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? പനിയുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, അതായത് സ്കിന്നിലെല്ലാം പഴുപ്പുകൾ ഉണ്ടല്ലോ. ന്യൂട്രിചാർജ് S5 1 ഗുളിക എന്നും കൊടുക്കാം രാവിലെ. ന്യൂട്രിചാർജ് മാൻ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ, പുരുഷനോ സ്ത്രീയോ എന്നുള്ളതനുസരിച്ച്. അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ, ബെറ്റർ ന്യൂട്രിചാർജ് കിഡ്സും ന്യൂട്രിചാർജ് കേസർ പിസ്ത പ്രോഡക്റ്റും. ലീൻ പ്രോട്ടീൻ അവിടെ ആവശ്യമാണ്. ഗാമ-ഒറൈസനോൾ ആന്റി ഓക്സിഡന്റിന്റെ എഫക്ട് ചെയ്യും. ആന്റി ഓക്സിഡന്റ് എഫക്റ്റിന് നമുക്ക് ഗാമ-ഒറൈസനോൾ ഏറ്റവും നല്ലതാണ്. ന്യൂട്രിചാർജ് വെജമേഗ 2 നേരവും വേണം, രാവിലെയും വൈകിട്ടും. അതുപോലെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് മഞ്ഞള്, 1 നുള്ളു മഞ്ഞളും 1 2 കുരുമുളകും കൂടെ ചതച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് തീരെ തണുത്തു പോകാതെ എന്നാൽ ഒത്തിരി ചൂടുമല്ലാതെ ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. ബയോ ആക്റ്റീവ് കർക്കമിൻ ശരീരത്ത് കിട്ടാനും ആ മഞ്ഞളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഉള്ളിലെ മെമ്മറൈൻസ് ഹെൽത്തി ആയിട്ടിരിക്കാനും ഫർദർ ഡാമേജ് ഒന്നും ഉണ്ടാവാതെ വൈറസുകൾ വന്നാൽ അതിനെ നശിപ്പിക്കാനുള്ള ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ എഫക്റ്റ് ഒക്കെ മഞ്ഞളിനുണ്ട്. ആ ഒരു ഹീലിംഗ്, ഉള്ളിൽ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇപ്പൊ സപ്ലിമെന്റ്, ഹെൽപ്പ് ചെയ്യേണ്ട സപ്ലിമെന്റ് എന്ന് പറയുന്നത് ശരിക്കും വൈറ്റമിൻ C വേണം. അത് നമ്മുടെ ന്യൂട്രിചാർജ് മാനിലുണ്ട്, ന്യൂട്രിചാർജ് വുമണിലുണ്ട്. അതുകൂടാതെ നമ്മൾ കുടിക്കേണ്ടത് നാരങ്ങ വെള്ളം ഡെയിലി കുടിക്കാം. നാരങ്ങ വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് നാരങ്ങ പിഴിയണം. അങ്ങനെ വേണം. ആ ഉപ്പ് വെന്തെടുക്കണം. അപ്പൊ വൈറ്റമിൻ C ഉള്ളിൽ ചെന്നാൽ രോഗപ്രതിരോധ ശേഷി കൂടാൻ നല്ലതാണ്. ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ഉണ്ട്. വൈറ്റമിൻ D3 വേണം. നമ്മുടെ ഗുഡ്സിപ്പിന്റെ സാഷേ വീട്ടിൽ കരുതുക. ഒരു ഗുഡ്സിപ്പിന്റെ സാഷേ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ B12ഉം വൈറ്റമിൻ D3യും സിങ്കും വൈറ്റമിൻ Cയും ആ ശരീരത്തിൽ ഒരു ദിവസത്തേക്കുള്ളത് ബാലൻസ് ആവും. നമുക്ക് ശേഷിക്കുന്നത് ഭക്ഷണത്തിൽ ഇനി ഒരു വേള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ല. പ്രോട്ടീൻ ചെല്ലുന്നുണ്ട്. ന്യൂട്രിചാർജ് കിഡ്സ്, കേസർ പിസ്ത, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് മാൻ അല്ലെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ. ഒമേഗ 3 നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ നമ്മൾ മീനൊന്നും കഴിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഫ്ലാക്സീഡ് ഉണ്ടാക്കി കഴിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലാക്സീഡ് ഓയിൽ തന്നെയാണ് നമ്മുടെ ഒമേഗ 3 ഉള്ളത്. ന്യൂട്രിചാർജ് വെജമേഗ 2 നേരം കഴിക്കുന്നു. അതുപോലെ തന്നെ L-ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. L-ലൈസിൻ അമിനോ ആസിഡ് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, ആന്റി ഓക്സിഡന്റ് എഫക്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആന്റിബോഡീസ് ഉണ്ടാവാനുള്ള ഹെൽപ്പ് ചെയ്യും. ഈ വൈറസ്, ഹെർപ്പിസ് വൈറസ്, ഞാൻ പറഞ്ഞു വൈറസ് ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ അത് പിന്നീട് അതിനെ ഷിഗല്ല എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. ഹെർപ്പിസ് വൈറസിനെ അതിനെ ആക്റ്റീവ് ആകാതെ ഇനാക്റ്റീവ് ആക്കി വെച്ചോണ്ടിരിക്കാൻ ഈ ലൈസിന് കഴിയും. ഇത് സ്ഥിരം നമ്മുടെ ശരീരത്തിൽ എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോട്ടീനിലുണ്ട്, നമ്മുടെ വൈറ്റമിൻസ് മിനറൽസിന്റെ ഗ്രൂപ്പിലുണ്ട്, അതുപോലെ നമ്മുടെ ഡ്രിങ്ക്സിലുണ്ട്. നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും. L-ലൈസിൻ നമുക്ക് കിഡ്സിനകത്തുണ്ട്. ന്യൂട്രിചാർജ് പ്രോട്ടീനുകളിൽ എല്ലാ അമിനോ ആസിഡും ഉണ്ടല്ലോ, അതിൽ ഒരു അമിനോ ആസിഡാണ്. അപ്പൊ ഈ 9 അമിനോ ആസിഡ് നമ്മുടെ ശരീരത്തിൽ ചെല്ലാൻ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ മാർഗമാണ് PVMFO ശീലമാക്കുക. അതിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് പഞ്ചതുളസി ഡ്രോപ്സ്,
കുഞ്ഞുങ്ങൾക്ക് 2 ഡ്രോപ്പ് 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മുതിർന്നവർക്ക് 5 ഡ്രോപ്പ്. ഇനി കുത്തിച്ചുമയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ കൂടുതലാന്ന് പറഞ്ഞിട്ട് കൂടുതൽ എടുത്ത് ഉപയോഗിക്കരുത്. ഇനി ശരീരത്തിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ ചൂടുവെള്ളത്തില് നമ്മുടെ പഞ്ചതുളസി ഡ്രോപ്സ് ഒഴിച്ച് സഹിക്കാവുന്ന ചൂടിൽ മേത്ത് കോരി ഒഴിക്കാം. നല്ല പോലെ ചൊറിച്ചിലിന് വ്യത്യാസം വരും. ഓക്കെ. ഇനി മഴക്കാലമാകുന്ന സമയത്ത് എന്തുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുകയും ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ വരികയും ചെയ്യുന്ന സമയത്ത് ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ശരീരത്തിൽ മാത്രമേ ഇത് കടന്നുകൂടുകയുള്ളൂ. അതാണ് പ്രത്യേകിച്ചും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വൈറൽ ഇൻഫെക്ഷൻസ് കൂടാനുള്ള കാരണം. അടുത്തത് നമുക്ക് വൈറൽ കഫ്. ഇപ്പൊ ഒരുപാട് പേര് അഡ്മിറ്റ് ആകുന്ന വരെയുണ്ട് വൈറൽ കഫ്, കുത്തിച്ചുമ. ചുമയ്ക്ക് പ്രധാന കാരണം ഈ വൈറസ് മാത്രമല്ല, ബോഡിയുടെ അസിഡിറ്റി. ഇതിനെ തിരിച്ചറിയണം. വൈറൽ കഫ് ആണോ അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന ചുമയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയണം. എങ്ങനെ അറിയും അസിഡിറ്റി മൂലം ഉള്ളതാണോ എന്ന്? നിർത്താതെ ചുമയ്ക്കും. പെർസിസ്റ്റന്റ് ആയിട്ട് ചുമച്ച് കാരണം വയറിനകത്തു നിന്നാണ് ആ ചുമ വരിക. ഉള്ളിലുള്ള നമ്മളൊരു പുളിച്ചു തകട്ടൽ എന്ന് പറയില്ലേ, പുളിച്ചു തകട്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ശ്ലേഷ്മസ്തരങ്ങൾ മുഴുവൻ അത് ബേൺ ഔട്ട് ആയി പോകും. ഉള്ളിലുള്ള നാഡികൾ മുഴുവനും നെർവ് എൻഡിങ്സ് എല്ലാം ഓപ്പൺ ആണ്. ഇങ്ങനെ ഒന്ന് ശ്വാസം എടുക്കുമ്പോൾ തന്നെ തൊണ്ട ഉണങ്ങും. ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ചുമയുണ്ടാവും. അസിഡിറ്റി ആണ് ആ ചുമ ഉണ്ടാക്കിയതെന്ന് നമ്മൾ തിരിച്ചറിയില്ല. സിമ്പിൾ ആണ്. നമുക്ക് ചുമയുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ, ഒന്ന് നമുക്ക് പഞ്ചതുളസി ഡ്രോപ്സ് ശീലമാക്കാം. ചൂടുവെള്ളത്തിൽ തന്നെ കുടിക്കണം. കട്ടൻ ചായയിൽ വേണേലും നിങ്ങൾക്ക് കുടിക്കാം. പിന്നെ മഞ്ഞളും കുരുമുളകും കൂടെ ചതച്ചിട്ട് തിളപ്പിച്ച്, കുരുമുളക് ചതച്ചിട്ട് മഞ്ഞൾ, നമ്മുടെ മഞ്ഞൾ ഇടുക. അല്ലെ വീട്ടിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ പച്ചമഞ്ഞളായാലും കുഴപ്പമില്ല. പക്ഷെ മഞ്ഞളിനകത്ത് ബയോ ആക്റ്റീവ് കർക്കമിൻ ആഗിരണം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന പെപ്പൈൻ നമ്മുടെ പെപ്പറിനകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ വേണമെന്ന് പറയുന്നത്. നമ്മുടെ മസാലക്കൂട്ടുകളിൽ സാധനങ്ങൾ ചുമ്മാതങ്ങ് ചേർത്തിട്ടുള്ളതല്ല, ഈ ആഗിരണം നോക്കിയിട്ടാണ് നമുക്കിതൊക്കെ വെച്ചിട്ടുള്ളത്. നാവിന് രുചി കിട്ടുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിന്റെ ആരോഗ്യവും മസാലക്കൂട്ടുകളിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് ഇപ്പൊ ഏറ്റവും ആദ്യം പറയാം. ചുമയുള്ളിടത്ത് നമുക്ക് ടിപ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്നത് ജിഞ്ചർ ഹണി കോമ്പിനേഷൻ. ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ് 1 സ്പൂൺ ഹണി, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ടേസ്റ്റിനനുസരിച്ച് അതിന്റെ ചായയായിട്ട് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ തേയില ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ജിഞ്ചർ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ നീരും ഹണിയും കൂടെ ആക്കാം. ഇല്ലെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത്, അത് നല്ല സൂത്തിങ് ആണ്. നല്ലതുപോലെ ചുമ കുറയാൻ കാരണമാകുന്നതാണ്. ഒരു 1 to 2 ടീസ്പൂണ്, 1-2 സ്പൂൺ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇഞ്ചിയുടെ ഹണിയുടെയും കോമ്പിനേഷൻ അളവ് എടുക്കാതെ. ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. മറ്റൊരു കൂട്ടുണ്ട് നമ്മള് പൊടി ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ചുമയുടെ പൊടി. അത് ബുക്കും പെൻസിലും പേനയൊക്കെ കയ്യിലുള്ളവർ എഴുതിയെടുത്തോളുക. ചായ മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായം 1 നുള്ള്, കുരുമുളക് പൊടി 1 നുള്ള്. ചിലർക്ക് 1 നുള്ള് പോരെ, ഇച്ചിരി കൂടുതൽ ഇടണം എന്ന് തോന്നും, പുകയുന്നേ ഉള്ളൂ. അത് അവരവരുടെ ഇഷ്ടം പോലെ. നോർമലി 1 നുള്ള്. ജീരകം പൊടിച്ചത്, ജീരകം ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചത് വേണം, 1 ടീസ്പൂൺ. നമ്മളുടെ ജൈവ ശർക്കര, അത് എവിടുത്തേതാണേലും ജൈവ ശർക്കര ആയിരിക്കണം. ഈ ഉണ്ട ശർക്കര നമുക്ക് കിട്ടുന്നത് ജൈവമായിരിക്കില്ല, അത് ചോദിച്ച് വാങ്ങിക്കുക. ജൈവ ശർക്കര ഉള്ളിടമുണ്ട്, അത് 1 ടീസ്പൂൺ. തിപ്പലി പൊടിച്ചു വെക്കുക. തിപ്പലി നല്ലപോലെ വെയിലത്തുണങ്ങി തണുക്കുന്നതിന് മുമ്പ് അത് പൊടിച്ചാൽ നന്നായിട്ട് പൊടിച്ചു കിട്ടും. അതിൽ 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒരുപോലെ മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ആക്കി ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ കണ്ടെയ്നറിൽ വെക്കുക. പ്ലാസ്റ്റിക് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. എന്നിട്ട് ചുമ തോന്നുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് അത് 1 നുള്ള് വായിലിട്ട് അലിയിച്ചലിയിച്ചിറക്കുക. അതിന്റെ മണ്ടയ്ക്ക് വെള്ളം കുടിക്കരുത്. പ്രത്യേകം ഓർക്കുക, അതിന്റെ മണ്ടയ്ക്ക് പിന്നെ വെള്ളം കുടിക്കരുത്. അതുപോലെ തന്നെ സഞ്ജീവനി പ്രാശ് എന്ന് നേരത്തെ പേരുള്ള ത്രികാര പ്രാശാഭിലേഖ്, ഇത് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണ് നിങ്ങൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒന്നും കഴിക്കില്ല എന്ന് ഉറപ്പുള്ളത് ആ സമയത്ത് 1 ടീസ്പൂൺ എടുത്ത് നാവിലിട്ട് അലിയിച്ച് ഇറക്കുക. അതിന്റെ ആ ഒരു കംഫർട്ട് കംപ്ലീറ്റ് നമ്മളുടെ ശ്വസന വ്യവസ്ഥയിൽ അത് കിട്ടും. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ ഒന്നും ഉള്ളിലോട്ട് പോകാതെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതിന് വേറെയും പല ഗുണങ്ങൾ ശരീരത്തിൽ കിട്ടും. സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ചുമ, പനി, ജലദോഷം, കഫക്കെട്ട്, ഒരു ഫ്ലൂ എന്ന് നമ്മൾ പറയും. ഫ്ലൂ വൈറൽ ആയിരിക്കാം. അത് COVID-19 എന്നും ആ വൈറസിന് പേരുണ്ട്. ഇങ്ങനെ ഈ ഒരു ലക്ഷണം തരുന്ന വൈറസിന് COVID-19 എന്നും പേരുണ്ട്. അതുപോലെ തന്നെ കോമൺ കോൾഡ്,
അതിനിപ്പോ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മൂക്കൊലിപ്പ്, ജലദോഷമുണ്ട്. ജലദോഷം 2 ദിവസം കഴിയുമ്പോൾ ചെവി വേദന ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ വിറുലൻസ് കൂടി, അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കാൻ കുറച്ചും കൂടെ അധികം, ഒരു വൈറസ് കയറി 1 കോടി വൈറസ് ആകും. മീൻസ് വിറുലൻസ് കൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈറസുകൾ പെരുകിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് അത് ശരിക്കും ശരീരത്തിന്റെ പ്രതിരോധമാണ്, സ്വയം രക്ഷിക്കാൻ ചെയ്യുന്നതാണ്. ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ യൂസ്റ്റേച്ചിയൻ ട്യൂബ് ബ്ലോക്ക് ആക്കി വെക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര ചെവിവേദന ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഈ കോമൺ കോൾഡിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗിലോയ് തുളസി 1 ഔൺസ് 1 ഗ്ലാസ് ചൂടുവെള്ളം, മീൻസ് ഇരട്ടി ചൂടുവെള്ളം, അന്നേരം ഒരു 30 ml ഗിലോയ് തുളസിയും 60 ml ചൂടുവെള്ളവും ചേർത്തിട്ട് ഒരു 2 തുള്ളി പഞ്ചതുളസിയും കൂടെ ഒഴിച്ച് അത് നമുക്ക് രാവിലെയും വൈകിട്ടും കഴിക്കാം. നമ്മളെ ഈ ചെവി വേദന, പനി, ജലദോഷം, കഫക്കെട്ട്, നീർവീഴ്ച എങ്ങനെയുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കോമൺ കോൾഡ് സമയത്ത് ഓടിപ്പോയി ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ടേഷൻ ഫീസും കൊടുത്ത് ബ്ലഡും ചെക്ക് ചെയ്ത് അവസാനം പാരസെറ്റമോളും വാങ്ങിച്ച് ആന്റി ഹിസ്റ്റമിൻ അവിലും വാങ്ങിച്ച് പോരുന്നതിലും എത്രയോ നല്ലതാ. അവില് കഴിച്ചു കഴിഞ്ഞാല് കുറച്ചു നേരത്തേക്ക് മന്ദത പിടിച്ച് നടക്കും. പിന്നെ കുറച്ച് കഴിയുമ്പം വായെല്ലാം ഡ്രൈ ആകും, വെള്ളം കൂടുതൽ കുടിക്കാൻ തോന്നും. പ്രത്യേകം കാര്യം ഓർക്കേണ്ടത്, ഇങ്ങനെയുള്ള അവസരത്തില് ഷുഗർ വളരെ കുറച്ച് ഉപയോഗിക്കുക. ഷുഗർ ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. കട്ടൻ കാപ്പി കുടിക്കാം. അത് നമുക്ക് ഒരു എനർജിയും കിട്ടത്തില്ല, പക്ഷെ നമുക്കൊരു ചൂട് കിട്ടും. ശരീരത്തിലേക്ക് ഒരു 0 എനർജി, വെള്ളം കുടിച്ചതുപോലെയുള്ളൂ. എന്നാൽ ടേസ്റ്റ് മാറി നമ്മൾ കുടിക്കാനും പറ്റും. അതാണ് കാപ്പിയുടെ മെച്ചം. ആ കാപ്പിക്കകത്ത് വേണം പഞ്ചതുളസി ഒഴിച്ച് കുടിക്കാം. പിന്നെ ഇത് മൂത്ത് വന്നു കഴിയുമ്പോൾ സ്പ്യൂട്ടം ഉണ്ടാകും, കഫം ഉണ്ടാകും. കഫം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. കഫം വെള്ള കളറാണോ, പതഞ്ഞു പോകുന്നുണ്ടോ? പതഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞാല് ശരിക്കും ആ ഇൻഫെക്ഷന്റെ റേറ്റിനെയും ഇൻഫെക്ഷന്റെ രീതിയെയും അതുണ്ടാക്കിയ വൈറസിനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു ഡോക്ടറിനെ സമീപിക്കുകയാണെങ്കിൽ പോലും പതഞ്ഞാണോ പോകുന്നത് അല്ലാതെയാണോ ഇത് നമ്മൾ പറയണം. നമ്മുടെ കഫം നമുക്കേ അറിയുള്ളൂ. ഇനി നോർമലി അതിന് കളറില്ല, വൈറ്റ് ആണ്, ഓക്കെ, സാരമില്ല, റെസ്റ്റ് എടുത്താൽ മതി. മെയിൻ ആയിട്ടും റെസ്റ്റ് എടുക്കുക, ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, ഹൈഡ്രേഷൻ. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക, അതും ഏറ്റവും ലൈറ്റ് ആയിട്ട്, ദഹനം അധികം വേണ്ടാത്ത രീതിയിലുള്ളത്. പാൽ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഒന്നും കഴിച്ചില്ലല്ലോ, ഇച്ചിരി പാല് കുടിക്കുക എന്ന് പറഞ്ഞാൽ പാല് വേണ്ട. മോരും വെള്ളം കുടിക്കാം, ഒരുപാട് തണുപ്പില്ലാത്ത, ഒരുപാട് പുളിയില്ലാത്ത, വെയിലുള്ള സമയത്ത്. ഓക്കെ. പിന്നെ നമുക്ക് സ്പ്യൂട്ടമായി കഴിഞ്ഞാൽ, കഫമായി കഴിഞ്ഞാൽ ആ വെള്ളയിൽ നിന്ന് ഗ്രാജ്വലി മഞ്ഞയിലേക്ക് പോകുമ്പോൾ ഷുവറായി നമുക്ക് ആന്റിബയോട്ടിക്കിന്റെ വക്കിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്ന്. അതിലേക്ക് പോകാൻ അനുവദിക്കാതെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ശരീരത്തിന് റെസ്റ്റ് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൊടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അതങ്ങ് മാറും. ഇനി മാറിയില്ല, മഞ്ഞയായെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫെക്ഷൻ ആയി, ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമുണ്ട്. പിന്നീട് അത് പിസ്ത പച്ച കളറ്, അത് കുറെ കൂടെ വഷളായ ലെവലിലേക്ക് പോകും. അപ്പൊ നമുക്ക് ആന്റിബയോട്ടിക് ഇല്ലാതെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. കാരണം അതിന് പിന്നെ ആന്റിബയോട്ടിക് എടുത്തില്ലെങ്കിൽ ന്യൂമോണിയ ഉണ്ടാവും, തലയിലേക്ക് എവിടെ വേണേലും ഇൻഫെക്ഷൻ പടരാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് വന്ന ചുമയ്ക്ക്, പനിക്ക് ഒരു ആന്റിബയോട്ടിക്കും ആവശ്യമില്ല. പിന്നെ ഇത് മാറാൻ കംപ്ലീറ്റ് ഇപ്പൊ കാണുന്ന എന്നാന്ന് വെച്ചാൽ, ചുമ തുടങ്ങിയാൽ ഒരു 3 ആഴ്ചത്തേക്ക് ഒരു സമാധാനം ഇല്ലാതെ ചുമച്ചോണ്ടേയിരിക്കും, ഇല്ലേ? അതുകൊണ്ട് അതിനെ നിർത്താൻ വേണ്ടിയിട്ട് പോയിട്ട് ആരും ആന്റിബയോട്ടിക് ചോദിച്ച് വാങ്ങിക്കരുത്. അതിന് ഇത്തിരി സമയം എടുക്കുമെന്ന് നമ്മളൊന്ന് ഉൾക്കൊണ്ടാൽ മതി. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് റെസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക, വെള്ളം ആവശ്യത്തിന് കൊടുക്കുക. പിന്നെ കഫ് സപ്രസന്റ് എന്ന് പറയുന്നത്, അത് ഇംഗ്ലീഷ് മരുന്നാണ്. കഫ് സപ്രസന്റ് എന്ന് പറയുന്നത് ചുമയെ അടിച്ചമർത്തുക. അതിന് പറ്റിയതാണ്. മരുന്നിലേക്ക് പോകണ്ട. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ജിഞ്ചർ ഹണി കോമ്പിനേഷൻ, അതുപോലെ തന്നെ ചായ മസാല കോമ്പിനേഷന്റെ പൗഡർ നമുക്ക് കഫ് സപ്രസന്റ് ആണ്. നമുക്ക് അത് ഉപയോഗിച്ചാൽ മതി. പഞ്ചതുളസി ഉപയോഗിക്കാം, ഗിലോയ് തുളസി ഉപയോഗിക്കാം. പിന്നെ കഫ് എക്സ്പെക്ടോറന്റ്, കഫമായി കഴിഞ്ഞാൽ കെട്ടിക്കിടക്കാതെ കഫം പുറത്തു കളയാൻ, അതിനും നമുക്ക് പഞ്ചതുളസി മതി. കെട്ടിക്കിടക്കുന്ന കഫം മുഴുവൻ പോരും ചൂടുവെള്ളത്തിൽ പഞ്ചതുളസി കുടിച്ചു കഴിയുമ്പോ. അപ്പൊ പിന്നെ നമ്മൾ മരുന്നിന് ഓടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇത് വെച്ചോണ്ടിരുന്ന് ഒന്നും ചെയ്യാതെ തന്നെ വന്നതല്ലേ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പോ അത് കൊണ്ടെത്തിക്കുന്നത് ന്യൂമോണിയയിലായിരിക്കും, ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന സംഭവത്തിലായിരിക്കും. കാരണം ശ്വസന കുഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയലിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക ശ്വസന കുഴലുകളിൽ. പിന്നെ അതുകൂടാതെ ഇതിന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് എന്തൊക്കെ ചെയ്യാം? വൈറ്റമിൻ സി വേണം, സിങ്ക് വേണം,
ഹണി ജിഞ്ചർ കോമ്പിനേഷനിൽ ശരീരത്തിൽ ആവശ്യമുള്ള മറ്റ് മൈന്യൂട്ട് ട്രേസ് എലമെന്റ്സും കൂടി ഉണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് സയൻസിന്റെ ആവശ്യമില്ല. പക്ഷെ ഹണി ജിഞ്ചർ ഹെൽപ്പ് ചെയ്യും. അത് ചുമയെ സൂത്ത് ചെയ്യാൻ, നല്ല കംഫർട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. ഈ ഹണി ജിഞ്ചർ പേസ്റ്റ് വെള്ളം ഉണ്ടാക്കുമ്പോ ഒരു നുള്ളു മഞ്ഞളും കൂടെ ഇട്ടാൽ സൂപ്പറാണ് കേട്ടോ. ദെൻ സ്റ്റേ ഹൈഡ്രേറ്റഡ്. തണുപ്പുള്ള യാതൊരു സാധനങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ബോഡി ടെമ്പറേച്ചറിലെങ്കിലും ഉള്ള സാധനങ്ങൾ, അതിൽ താഴ്ന്ന ടെമ്പറേച്ചറിൽ അതൊന്നും കഴിക്കാതിരിക്കുക. ചൂടോടെ കഴിക്കാൻ പറ്റുന്നെങ്കിൽ കഴിക്കുക, പക്ഷെ ഓവർ ചൂടാവരുത്. ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? ഗുഡ് സിപ്പ് ശീലമാക്കുക. ഇതെല്ലാം ഈ പറഞ്ഞ സാധനം എല്ലാം അതിനകത്തുണ്ട്. ചൂട് വെള്ളത്തില് ഗുഡ് സിപ്പ് ഉണ്ടാക്കുക. ഗുഡ് സിപ്പ് ഒഴിച്ച് തിളപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഗുഡ് സിപ്പിനകത്ത് നമുക്ക് ആ ഒരു പൗഡർ, ഒരു സാഷ എന്ന് പറയുന്നത് 250 മില്ലി വെള്ളത്തിന്, അതായത് ഒരു കോഫി മഗ്ഗിനകത്ത് വെള്ളം ഒഴിച്ചാൽ ഒരു കംപ്ലീറ്റ് സാഷേ അതിനകത്ത് പോകും. ഇനി അത്രയും വെള്ളം വേണ്ട എങ്കിൽ ഒരു ഗ്ലാസ് മാത്രം മതിയെങ്കിൽ അതിന്റെ പകുതി എടുക്കുക. കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറെ വെള്ളത്തിനകത്ത് ഒരു ഗുഡ് സിപ്പ് കലക്കിയൊക്കെ ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. വായിക്കൂടല്ലേ ഇറക്കണ്ടേ, ഒരു ടേസ്റ്റ് വേണ്ടേ അതിന്? ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ഉദ്ദേശിച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ എളുപ്പമാണ്. പുതിയൊരാളിനെ നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കുക, അയ്യേ ഇതെന്താ, ഇതാണോ ഗുഡ് സിപ്പ്, ആ ഇംപ്രഷനെ പോകും. അതുകൊണ്ട് കറക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നെങ്കിൽ ആ ഗുഡ് സിപ്പിന്റെ പകുതി ഇടുക. ഒരു മഗ് വെള്ളത്തിലേക്കാണ് അതുള്ളത്. പക്ഷേ ഗുഡ് സിപ്പ് അങ്ങനെ തുറന്നു വെച്ചാൽ അത് കട്ടയായി പോകും. അതുപോലെ തന്നെ അതിന്റെ ആ കറുത്ത പാക്കറ്റിൽ നിന്ന് പുറത്ത് നമ്മൾ ഒരു സാഷേ 2 സാഷേ വാങ്ങിച്ച് നമ്മൾ എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് അത് കട്ടി പിടിച്ചു പോകും. ഒരിക്കലും അതെടുത്ത് എറിഞ്ഞു കളയേണ്ട ആവശ്യമില്ല. അതിന്റെ നേച്ചർ അതായതുകൊണ്ടാണ്. അതിനെ കീറിയെടുക്കുക, ചൂടുവെള്ളത്തിലോട്ട് ഇടുക, കലക്കുക, കുടിക്കുക. അത് ദോഷമില്ല. അതിനകത്ത് ഒന്നും മാറ്റം വരുന്നില്ല. അത് അലിഞ്ഞു തീർന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഡേറ്റ് കഴിഞ്ഞില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്ത 3ാമത്തെ കാര്യമാണ് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം ഒരു ലക്ഷണം മാത്ര, രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. എന്താ നമ്മൾ അങ്ങനെ പറയുന്നത്? ശരീരത്തിൽ കണ്ണ് വെളുത്ത ഭാഗമൊക്കെ മഞ്ഞച്ചിരിക്കും, ചിലപ്പോൾ നഖം വരെ മഞ്ഞച്ചിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടായിരിക്കും, ഛർദില്, വയറുവേദന, ഓക്കാനം, പനി, ശരീരം മുഴുവൻ വേദന, എന്ത് വേണേലും കാണാം. രോഗലക്ഷണം രോഗികളെ ഡിപ്പെൻഡ് ചെയ്യും, സബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇതിന് കാരണം മഞ്ഞപ്പിത്തം ഉണ്ടാവാൻ അതും ഒരു വൈറസാണ്. പക്ഷെ നമ്മൾക്ക് എത്ര മഞ്ഞപ്പിത്തം അറിയാം? കാരണം എന്താണെന്നറിയോ? വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ മഞ്ഞപ്പിത്തം ഉണ്ടാവാം. അതുകൂടാതെ മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന സാധനമാണ് ആൽക്കഹോൾ. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്നത് ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോ ശരീരത്തിൽ അതിന്റെ ലക്ഷണം കാണിക്കുന്നതിലാണ് മഞ്ഞ എന്ന് പറയുന്നത്. രണ്ടാമത് മഞ്ഞപ്പിത്തം ഉണ്ടാവാൻ മറ്റൊരു കാരണം ബിലിറൂബിൻ റേറ്റ് കണ്ടമാനം. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബൈൽ സെക്രീഷൻ കഴിഞ്ഞിട്ട് അതിന്റെ നോർമൽ സർക്കുലേഷൻ നടക്കാതെ ബ്ലോക്കായി പോകുന്ന ഒരു കണ്ടീഷനാണത്. അപ്പൊ രക്തത്തില് ബൈല് കാണുക അല്ലെങ്കിൽ പിത്തം കാണുക, അതാണ് മഞ്ഞപ്പിത്തം. മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആത്ത് TBക്ക് കൊടുക്കുന്ന റിഫാംബിസിൻ എന്ന് പറയുന്ന മരുന്ന്, ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ചതാണ് പറയുന്നത്. റിഫാംബിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ട്, ലിവറിന് അത് ടോളറേറ്റ് ചെയ്യാത്തതാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും. ഞാൻ ചത്തുപോയി ചിരിച്ചു വന്നതാ റിഫാംബിസിൻ കഴിച്ചിട്ട്. ഹൈ ആയിട്ട് മഞ്ഞപ്പിത്തം, ഇതൊക്കെ മഞ്ഞയായിരുന്നു കണ്ണൊക്കെ. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ കോംപ്ലിക്കേഷൻ, ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പൊ ചില മരുന്ന് തരുമ്പോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കാറ് ഡോക്ടർമാര്. എന്തിനാണ്? ബേസിക്കലി ഇയാളിന്റെ ലിവർ ഫംഗ്ഷൻ കറക്റ്റ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് മരുന്ന് എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് ലക്ഷണങ്ങൾ പറഞ്ഞാൽ അവർ ആ ടെസ്റ്റ് രണ്ടാമത് ചെയ്യും. ആദ്യത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഇത് ഈ മരുന്ന് കാരണമാണ്, അപ്പൊ ആ മരുന്ന് നിർത്തും അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കും, എന്തെങ്കിലും ചെയ്യും കംഫർട്ടായിട്ട്. ഇപ്പൊ മൂന്നാമത്തെ കാരണം ആൽക്കഹോളും ഇതേ കാരണത്താല് ലിവറിനെ ഡാമേജ് ചെയ്ത് കഴിയുമ്പോൾ ലിവറിന് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടാകും. ഇതൊരു രോഗ ലക്ഷണമാണ്. ഇനി വൈറസ് ആണെന്നുണ്ടെങ്കിൽ വൈറസിന് പേരുണ്ട്. വൈറസ് ഇപ്പൊ ഇവിടെ നമുക്ക് ആലുവ, മുപ്പത്തടം ഭാഗം, കോഴിക്കോട്, എനിക്ക് സ്ഥലപ്പേരറിയില്ല, കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങള്, കാസർഗോഡ് കുറച്ച് സ്ഥലങ്ങള്, ഇവിടുന്നൊക്കെ എനിക്ക് വിളി വരുന്നുണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ മഞ്ഞപ്പിത്തം ഉണ്ട്. ഈ മഞ്ഞപ്പിത്തം ഒക്കെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയും. മഞ്ഞപ്പിത്തം A ടൈപ്പ്. പേടിക്കാനില്ല, അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് സ്വയം മാറും. അതിനൊരു കാരണമുണ്ട്. അതിന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ട്, അതായത് അൺഹൈജീനിക് ആയിട്ട് കൈ വൃത്തിയായിട്ട് കഴുകാതിരിക്കുകയും ആ കൈ കൊണ്ട് ആഹാരം കഴിക്കുകയും ശരീരം ചൊറിഞ്ഞ് എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാത്റൂമിൽ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് കൈ ഉപയോഗിച്ച് കഴുകുന്നു, ആ കൈ പിന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകാതെ അതേ കൈയും കൊണ്ട് നടക്കണു,
ഇത് കഴിക്കുന്ന ആ ഒരു വ്യക്തി മാത്രമല്ല, ഹോട്ടലുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പാകം ചെയ്യുന്ന ആൾക്കാര്, അവര് ചൊറിയും, അവര് കൈ കഴുകത്തില്ല, അവരതേ കൈ കൊണ്ട് ആഹാരം പാകം ചെയ്യും. അവർ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ ഇൻഫെക്ഷൻ എല്ലാവർക്കും സെർവ് ചെയ്യും ഫ്രീ ആയിട്ട്. ആ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ ഇത് സംഭവിക്കും. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പിൽ വരുന്ന ഭക്ഷണത്തിന്റെ ആ ഒരു ഭംഗിയും ആ ഒരു ടേസ്റ്റും മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഹോട്ടൽ ജീവനക്കാർക്ക് പ്രത്യേകമായിട്ട് നിയമങ്ങളുണ്ട്. അവര് വാക്സിനേറ്റഡ് ആയിരിക്കണം, അവര് ആഹാരം പാകം ചെയ്യുന്നിടത്ത് അവര് തലയില് തലമുണ്ടിട്ടിരിക്കണം, അല്ലെങ്കിൽ മുടി ബെതറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, കയ്യിൽ ഗ്ലൗസ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഹോട്ടലുകളിൽ മലയാളികളല്ലല്ലോ കുക്ക് ചെയ്യുന്നത്. മറ്റുള്ളവര് എത്ര അൺഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കി തന്നാലും അമൃത് പോലെ നമ്മൾ ഭക്ഷിക്കും. അപ്പൊ ഇതാണ് ഒരു റൂട്ട്. രണ്ടാമത്തേത്, ഹൈജീനിക് അല്ലാത്ത റോഡ് സൈഡിലൊക്കെ നമ്മൾ വെള്ളങ്ങള്, ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു റീലില് ഒരാള് പറയുന്നത് ഇതാണ്, ഇപ്പൊ ഒരു ലോറി എന്നെ കടന്നുപോയി, പലരും കണ്ടിട്ടുണ്ടാവാം, എനിക്കത് കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ ലോറിക്കകത്ത് നിറച്ചും ഡ്രിങ്ക്സ് ആണ്. 10 രൂപയ്ക്ക് ഷോപ്പുകളിൽ കിട്ടുന്ന ഡ്രിങ്ക്സ്, പഞ്ചസാരയും എവിടുന്നോ കുഴിയിലുള്ള വെള്ളവും, കുറച്ച് കളറും മാത്രമേ ഉള്ളൂ, പേര് പലതാണ്. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ്, നമ്മൾ കഴിക്കുന്നതാണ്. ഇതൊക്കെ പോകുന്ന പട്ടണങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമങ്ങളിലാണ്. ഫാസിനേറ്റഡ് ആയിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ആഗ്രഹം ജനിപ്പിച്ച് പരസ്യത്തിലൂടെ കാണിച്ച് ആ വെള്ളം കുടിക്കുമ്പോ അത് എവിടുത്തെ വെള്ളമാണെന്ന് നമ്മൾ അറിയോ? സിപ്പപ്പ്, 4 വെള്ളം എടുത്ത് സിപ്പപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സിപ്പപ്പ് ആരുടെ കൈ കണ്ടാലും ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി വർഷം മുമ്പാണ്. ഒരു ഹൈജീനും ഇല്ലാതെ ഐസ്ക്രീം, ഈ ചില ഐസ്ക്രീമുകൾ കൊണ്ടുവന്ന് ആ കാലത്ത്, ഇപ്പം പിന്നെ അങ്ങനെയൊന്നും അല്ല, ഇപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കുന്നതുണ്ട്. ഒരുപാട് ഹൈജീനിക് ആയിട്ട് ഫുഡ് ഹൈജീൻ പാലിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കണം, നിയമമൊക്കെ ഉണ്ട്. അപ്പം ഓറൽ ഫീക്കൽ എല്ലാവർക്കും മനസ്സിലായി കാണും. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ജനനിബിഡമായ ഭാഗങ്ങളിലെ കിണറുകളിലെ വെള്ളം, കുളങ്ങളിലെ വെള്ളം കുടിക്കാൻ യോഗ്യമാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. ഈ കൊളയുണ്ടാവും. അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം, അടുത്തടുത്ത് വീടുകളും അടുത്തടുത്ത് എന്താ പറയാ ബാത്റൂം വേസ്റ്റ്, ടോയ്ലറ്റ് വേസ്റ്റുകൾ പോകുന്നതും വെള്ളവുമായിട്ടുള്ള ദൂരം കുറവാണെങ്കിൽ കക്കൂസ് വേസ്റ്റിനകത്തുനിന്ന് വരുന്ന ബാക്ടീരിയ വെള്ളത്തിലുണ്ടാവും. അത് കുടിക്കാൻ യോഗ്യമല്ല എന്ന്. കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് കാര്യമില്ല, അതിനകത്ത് കോളിഫോം ബാക്ടീരിയ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കിണറാണ്, നമ്മുടെ മുറ്റമാണ്, ആ വെള്ളം ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ്, ഒന്ന് പറഞ്ഞു വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, രണ്ടാമത് ബി കിട്ടുന്നത് എങ്ങനെയാണ്? സൂചികൾ വഴിയാണ് കിട്ടുന്നത്. സൂചി എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിച്ച സൂചി മറ്റൊരാൾ ഉപയോഗിക്കാം. പണ്ടത്തെ കാലമല്ല, ഇപ്പൊ ഡിസ്പോസിബിൾ ആണ്. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ സൂചി മാറാറില്ല. അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കംപ്ലീറ്റ് ടെസ്റ്റും ചെയ്യാതെ എമർജൻസിയിൽ നടത്തുന്ന ട്രാൻസ്ഫ്യൂഷൻ, ജസ്റ്റ് ഗ്രൂപ്പ് മാത്രം നോക്കും, ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാതെ കൊടുക്കുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എനിക്കറിയാം. ഒരുപാട് പേരെ അറിയാം. ആക്സിഡന്റലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ട് ഭാര്യയെ കൂടെ ഇൻഫെക്റ്റഡ് ആക്കി. സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ആണ് ഇത്. മ്യൂക്കസ് മെമ്മറൈൻ വഴിയാണ് ഇത് കയറുന്നത്, ബ്ലഡിലൂടെയാണ് ഇത് പകരുന്നത്, ബോഡി ഫ്ലൂയിഡ് വഴിയാണ് ഇത് പകരുന്നത്. അതാണ് ടൈപ്പ് ബി എന്ന് പറയുന്നത്. യൂഷ്വലി ഇതൊരു 6-8 മാസത്തിനുള്ളിൽ ഇത് ക്യൂർ ആവേണ്ടതാണ്. HbS-Ag പോസിറ്റീവ് എന്നാണ് ഇത് പറയുക ശരിക്കും. ചിലരിലെങ്കിലും അത് അവിടെ കിടക്കും, അത് ഭയങ്കര അപകടമാണ്. അവർക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഇവിടെ വേണമെങ്കിൽ ഉണ്ടാവാം. AI, BI, CI. സി എങ്ങനെയാ വരുന്നത്? ഇതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബോഡി ഫ്ലൂയിഡ് നമ്മുടെ, ഇപ്പൊ എനിക്ക് ഡയറക്റ്റ് അറിയാവുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടായിരുന്ന ഒരാൾ ക്രോണിക് ഇൻഫെക്ഷൻ ആയിട്ട് അത് മാറും. ഒരു കാലത്തും അത് ക്യൂർ ആയിട്ട് മാറാത്ത ചില ആൾക്കാരില് സി കൂടെ ഉണ്ടാവും, പക്ഷെ അറിയില്ല. അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ അവരെ തിരിച്ചറിയില്ല. ഒരു പ്രൊസീജിയർ ചെയ്യാൻ ഒരു ഡോക്ടർ ബ്ലാഡറിലാണ്, യൂറിനറി ബ്ലാഡറിലായിരുന്നു. കത്തി വെച്ചതും ബ്ലാഡറിൽ എന്താ ഉണ്ടാവുക? യൂറിൻ ഉണ്ടാവും. നേരെ സ്പ്ലാഷ് ചെയ്തു. പ്രൊട്ടക്റ്റീവ് ഐവെയർ ഉണ്ടാവണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടും അത് നിർബന്ധം പിടിക്കാതെ, ഞാൻ കരണ്ട് മാന്മാരെ കരണ്ടടിക്കില്ല എന്ന് പറയുന്ന അഹങ്കാരം പറയുന്നത് പോലെ ഒരാളായിരുന്നു. എനിക്കതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എന്റെ ഇടത് കൈയുടെ പണി എന്ന് പറയുന്ന പോലെ നൈഫ് വെച്ചതും യൂറിൻ സ്പ്ലാഷ് ചെയ്തു, കണ്ണിൽ പോയി. ഹെപ്പറ്റൈറ്റിസ് സി അദ്ദേഹത്തിലേക്ക് കയറുകയാണെന്ന് മനസ്സിലായില്ല. നീണ്ട 2 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം അത് കൺവേർട്ടായി
സ്റ്റിൽ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ആ ഒരു സാധനം ശരീരത്തിൽ ഒരണുവെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ സിറോസിസ് ലിവർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകും. അതായത് ഒരു അറ്റം മുതൽ ലിവർ തീർന്നു വരും. അവിടെയും മഞ്ഞപ്പിത്തമാണെന്ന് ഓർക്കണം. അപ്പൊ അടുത്തത് ഡി ആണ്. മഞ്ഞപ്പിത്തം ഡി, AIBI CI, അടുത്തത് ഡി ആണ്. ഡി ആർക്കാ വരുന്നത്? വളരെ റെയറാണ്. പക്ഷെ ബി ചികിത്സിച്ച് ഭേദമാകാത്തതും സി ചികിത്സിച്ച് ഭേദമാകാത്തതും കൂടുതലും ബിയുടെ കൂടെയാണ് ഡിയെ കാണുന്നത്. ഇതൊക്കെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ അതിനെ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അടുത്തത് ഇ ആണ്. അതും നമ്മുടെ എ പോലെ തന്നെ ഓറോഫീക്കൽ, അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ശുദ്ധമല്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും അൺഹൈജീനിക് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയും ഒക്കെ പകരുന്ന ഒരു സംഭവമാണ്. ചികിത്സ എന്ന് പറയുന്നത് ലക്ഷണം ഏതാണോ കാണിക്കുന്നത് അതിനനുസരിച്ച് ചികിത്സ. മഞ്ഞപ്പിത്തത്തിന് എന്തായിരിക്കും ലക്ഷണം? ഒന്ന് മഞ്ഞ കാണും, പിന്നെ ശരീരവേദന ഉണ്ടാവാം, പനി ഉണ്ടാവാം, ഛർദിലിനേക്കാൾ ഓക്കാനം, ആഹാരത്തിന്റെ മണം വരുമ്പം വരെ ഛർദിൽ വരും, ഓക്കാനിക്കും, ഒരാഹാരം കഴിക്കാൻ പറ്റില്ല, വിശപ്പ് കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലിവറിനാണ് കേട്. അപ്പം മഞ്ഞപ്പിത്തം ചികിത്സിക്കുമ്പോ ലിവറിന് റെസ്റ്റ് കൊടുക്കുന്ന ആഹാര രീതി അവലംബിക്കണം. ഞാൻ പറയാറുണ്ട്, കരിക്കൻ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ കരിമ്പിൻ ജ്യൂസ് കിട്ടുമെങ്കിൽ കരിമ്പിൻ ജ്യൂസ് ഒരെണ്ണം. ഒരുപാട് കരിമ്പിൻ ജ്യൂസ് കുടിക്കല്, ഷുഗർ പിന്നെ എലിവേറ്റഡ് ആകും. കരിമ്പിൻ ജ്യൂസ് കൊടുത്താൽ ഡയറക്റ്റ് ഷുഗർ ശരീരത്തിൽ കിട്ടും, എനർജി കിട്ടും, ലിവറിന് റെസ്റ്റ് കിട്ടും. അതുപോലെ വൈറ്റ് റാഡിഷ്, മുള്ളങ്കി എന്ന് പറയുന്ന സാധനം, ഇത് ഞാൻ എന്റെ മഞ്ഞപ്പിത്തം മാറ്റിയ കാര്യമാണ് ഞാൻ പറയുന്നത്. മുള്ളങ്കി ഇലയോടുകൂടി കിട്ടുമെങ്കിൽ ഇല ചെറുതായിട്ട് അരിഞ്ഞ്, മുള്ളങ്കി നമ്മുടെ കദ്ദുക്കസ് എന്നാ പറയാ, ഒരച്ചെടുക്കില്ലേ, അതിന്റെ പീലി പുറന്തൊലി ഒരിച്ച് കളഞ്ഞിട്ട് അതിനെ ഒരച്ചെടുത്ത് ആവിക്ക് വെച്ച്, ഇലയും ആ കായും കൂടെ ആവിക്ക് വെച്ച്, അതില് ആവിക്ക് വന്ന് അതൊന്ന് വാടിക്കഴിയുമ്പോൾ അതിനകത്ത് നമ്മള് നാരങ്ങാ നീരും പെപ്പറും ഒഴിച്ച് 2 മാസത്തെ ഭക്ഷണമായിരുന്നു. ഞാൻ അത് കഴിച്ചു. മഞ്ഞപ്പിത്തം പോകുന്നത് വരെ ഇതായിരുന്നു മെയിൻ ഭക്ഷണം. പിന്നെ നമുക്ക് വയറുവേദന, നോഷ്യ ഒക്കെ ഉണ്ടാവും. വയറുവേദന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വയറടങ്കലമല്ല, വലതുവശത്ത് ആ ലിവറിന്റെ ടോപ്പിൽ ആ ഇൻഫ്ലമേഷൻ കൂടുതലായതുകൊണ്ട് നമുക്ക് കൈ ഒന്ന് തൊടാൻ പോലും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ബിലിറൂബിൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിറൂബിൻ വളരെ കൂടും. അത് കുറേശ്ശെ കുറഞ്ഞു വരണം. SGOT SGPT എന്ന് പറയുന്ന ടെസ്റ്റും വളരെ, എൻസൈംസ് വളരെ ഹൈ ആയിരിക്കും. വൈറൽ ഹെപ്പറ്റൈറ്റിസ് A ആയിട്ട് ഇപ്പൊ ഒക്കെ അഡ്മിറ്റ് ആയ കുറെ ആൾക്കാർക്ക് 300-ൽ നിന്ന് 600 ആകാൻ മണിക്കൂറേ എടുത്തുള്ളൂ, 600-ൽ നിന്ന് 1000 ആകാൻ മിനിറ്റുകളെ എടുത്തുള്ളൂ, 1000-ൽ നിന്ന് 5000 ആകാൻ വീണ്ടും ഫ്രാക്ഷൻ മാത്രമേ സമയം എടുത്തുള്ളൂ. ഇപ്പൊ 6000 ഒക്കെ തിരിച്ച് നോർമൽ ആകാൻ ശരിക്കും പറഞ്ഞാൽ കുറെ സമയം എടുക്കും. പക്ഷേ RCM-ൽ ആയതുകൊണ്ടും RCM-ലെ പ്രൊഡക്റ്റിനെ നുള്ളിക്കീറി പഠിക്കാൻ അവസരം കിട്ടിയത് കൊണ്ടും ഈ ആൾക്കാർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് കേസർ പിസ്ത മിക്സ് ചെയ്ത് കഴിക്കുക. ന്യൂട്രിചാർജ് കിഡ്സിൽ കിഴാർനെല്ലി ഉണ്ട്. ആ കിഴാർനെല്ലി സാധാരണഗതിയിൽ ഒറ്റമൂലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാതെ. ഇപ്പൊ ഒറ്റമൂലിയിലേക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പോകല്ല. ഡയറക്റ്റ് അക്യൂട്ട് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണം. നമ്മുടെ മോണിറ്ററിംഗ് ആവശ്യമാണ്. കൂടുതൽ ബുദ്ധിമുട്ടില്ല, വെള്ളമൊക്കെ കുടിക്കാം, നോഷ്യ ഒന്നും ഇല്ല, തളർച്ച കൂടുതലില്ല, ഫീവർ കൂടുതലില്ല, വീട്ടിലിരിക്കാം. പക്ഷേ ഇതിങ്ങനെ കൂടി വരുമ്പോ നമ്മുടെ കോൺഫിഡൻസ് പോകും. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ വെള്ളം നന്നായിട്ട് കുടിക്കുക. എപ്പോഴാണോ പോകണം എന്ന് തോന്നുക, എന്നുവെച്ചാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല കാര്യങ്ങൾ, ചിലപ്പോ തലകറക്കം വരെ ഉണ്ടാവാം. അപ്പൊ ഹോസ്പിറ്റലിൽ പോവുക. എവിടെ പോയാലും നമ്മുടേത് സപ്ലിമെന്റുകൾ, ഫുഡാണ്, ആഹാരമാണ്. ആർക്കും അതിനെ റെസ്ട്രിക്ട് ചെയ്യണ്ട. അവനവൻ വിചാരിച്ച് റെസ്ട്രിക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഡോക്ടർ എന്ത് പറയും? ഡോക്ടർ എന്ത് പറയാൻ? ആഹാരം കഴിക്കണമെന്ന് പറയുമ്പോ ഇതാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞൂടെ? അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആരും പറയത്തില്ല എന്ന് മാത്രം. ആലുവ നജാത്ത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഒരു അസോസിയേറ്റിന്റെ മകനെ ഡിസ്ചാർജ് ആക്കിയത് ഡോക്ടറിന് തന്നെ അതിശയമായിരുന്നു. 5000 ആയത് നേരെ 1000-ലേക്ക് പോയി. കൊടുത്തത് ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് S5, ന്യൂട്രിചാർജ് ബെജമേഗ, ന്യൂട്രിചാർജ് മാൻ, ഗാമ ഒറൈസനോൾ. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോന്നതിന് ശേഷമാണ് ന്യൂട്രിചാർജ് ബയോ ഏജ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ റീഡിംഗ് ഒക്കെ നോർമലായി നമ്മൾ നോർമൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ ന്യൂട്രിചാർജ് ബയോ ഏജ് എടുക്കാം. ബയോ ഏജ് എടുക്കുന്നത് കൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ലിവറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡീടോക്സ് ചെയ്യാനും, ബോഡിയെ ഡീടോക്സ് ചെയ്യാനും, ശരീരത്തിന്റെ ദഹന വ്യവസ്ഥ കറക്റ്റ് ആക്കാനും, ശരീരത്തിൽ എക്സ്ട്രാ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് മാറാനും, മെറ്റബോളിസം കറക്റ്റ് ആക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന, ലിവർ ഹെൽത്തിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് ബയോ ഏജ് എന്ന് പറയുന്നത്.
ഇപ്പൊ ഫുഡായിട്ട് എന്ത് കഴിക്കാം? ആശുപത്രി കിടക്കുവാണ് അല്ലെങ്കിൽ വീട്ടിൽ കിടക്കുവാണ്, എന്ത് കഴിക്കാൻ കൊടുക്കാം? ഫ്രഷ് ഫ്രൂട്ട്സ് കൊടുക്കാം. അതിനെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കണം എന്നില്ല. ചവച്ച് തിന്നാൻ മടിയാണെങ്കിൽ ജ്യൂസ് ആക്കിക്കോ, എന്നാലും വിഷയമില്ല. ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ പറയുമ്പോൾ തവിടുള്ള ഭക്ഷണം. ഇനിയിപ്പൊ തവിടുള്ള അരിയും ഗോതമ്പും ഒന്നും വാങ്ങിക്കാൻ പോകണ്ട. ക്വിനോവയുണ്ട്. നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കുക. 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം ചട്ടിക്കലത്തിൽ വേവിക്കുക, മൺപാത്രത്തിൽ വേവിക്കുക. കുറെ വെള്ളം ഒഴിച്ച് കുറെ സമയം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. അത് കഴിക്കാം. മഞ്ഞപ്പിത്തമുള്ള സമയത്ത് ഓയിലിന്റെ അളവ് വളരെ വളരെ കുറയ്ക്കണം. കാരണം ഫാറ്റിനെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് ഓയിൽ പറ്റില്ല. ഇനി അത് ആർസിയം ഭ്രാന്ത് കയറിയിട്ട് ഒത്തിരി ഓയില് ഇത് നല്ലതാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. ഓയില് ആ സമയത്ത് റെസ്ട്രിക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കാവാം. ഓക്കെ. പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം പ്രോസസ്ഡ് ഫുഡ്, ടിൻ ഫുഡ് വരുന്നത്, അതുപോലെ ആൽക്കഹോൾ ടോട്ടലി ഒഴിവാക്കുക. മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ഏത് ടൈപ്പ് മഞ്ഞപ്പിത്തമാണെങ്കിലും ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ആൽക്കഹോൾ ഒഴിവാക്കുക. ആൽക്കഹോൾ ഇതിനെ വഷളാക്കാനും ഇതുണ്ടാവാനും കാരണമാകും. ഓക്കെ. ഹൈ ഷുഗർ ഒഴിവാക്കണം. ഞാൻ പറഞ്ഞു ഷുഗർ കെയിൻ നല്ലതാന്ന് വെച്ചാൽ കരിമ്പിൻ ജ്യൂസ് നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ ആ കരിമ്പിൻ ജ്യൂസ് ഒരു ദിവസം പല പ്രാവശ്യം വേണ്ട, ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി. കൂടുതൽ കഴിക്കാൻ ചെറുപ്പക്കാർക്ക് കഴിക്കാം. പക്ഷേ ഷുഗർ കൂടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ചെക്ക് ചെയ്യണം. ഒരുപാട് ഷുഗറും നല്ലതല്ല. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ്, നമുക്ക് പൂരിത കൊഴുപ്പുകൾ എന്നൊക്കെ പറയാം, ഈ വറവരിക സാധനങ്ങൾ, അതൊക്കെ ഒഴിവാക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരീരത്തിന് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഗ്ലൂക്കോൺ ഡി പൗഡർ വാങ്ങിച്ചു വെച്ചാൽ അത് കഴിക്കാം. പക്ഷേ ഗ്ലൂക്കോൺ ഡി വാങ്ങിച്ചാൽ അവിടെ PV കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്നത് ഗുഡ് സിപ്പ് വാങ്ങിച്ചാൽ നമുക്ക് PVയും കിട്ടും. നമ്മൾ മെയിൻറ്റൈൻഡ് ആണ്. ഗ്ലൂക്കോസ് ഉണ്ട് അതിനകത്ത്, സോൾട്ട് ഉണ്ട് അതിനകത്ത്, സിങ്ക് ഉണ്ട് അതിനകത്ത്, ട്രേസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ ശീലമാക്കുക. അത് 1 2 കുടിച്ചതുകൊണ്ട് ദോഷമില്ല. ഡീടോക്സ് ടീ, ആന്റി ഓക്സിഡന്റിന്റെ എഫക്റ്റ് കിട്ടും. അത് ഡെയിലി 1 2 കുടിക്കുക. ഗുഡ് സിപ്പ് ശീലമാക്കുക. പിന്നെ ന്യൂട്രിചാർജ് കിഡ്സ്, ന്യൂട്രിചാർജ് S5, ബയോ ഏജ്. പിന്നെ ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് തരുന്നത് നമ്മുടെ പഴങ്ങള്, പച്ചക്കറികള്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ഇതൊക്കെ നമ്മളെ ബോഡി ഡീടോക്സ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന പച്ചക്കറികളാണ്. ബെറീസ്, നമുക്കിപ്പം ബെറീസ് വാങ്ങിക്കാൻ പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിന്റെ അകത്ത് ഉള്ളു, ബെറീസ് മാൻ്റെ അകത്ത് വരും. വരുന്നവരെ കാത്തിരിക്കുക. omega-3 ഉറപ്പായിട്ടും കഴിക്കുക. ഫൈബറും പ്രോട്ടീനും വേണം. ഇവിടുന്ന് എന്താ മനസ്സിലാകുന്നത്? PVMFO ശീലമാക്കുക. സിമ്പിൾ. നമ്മുടെ ദാല്, നന്നായിട്ട് ദാല് കഴിക്കുക. മസൂർ മൽക്ക സൂപ്പറാണ്. പ്രോട്ടീനും ഉണ്ട്, ഫൈബറും ഉണ്ട്. അത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് മഞ്ഞപ്പിത്തം ഇല്ലാത്തവർക്കും മഞ്ഞപ്പിത്തം ഉള്ളവർക്കും ഒക്കെ കഴിക്കാം. നാവ് അനുവദിക്കില്ല മഞ്ഞപ്പിത്തത്തിൽ, ടേസ്റ്റ് പോരാന്ന് പറയും. പക്ഷെ അതിനെ മരുന്നിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടല്ല നമ്മൾ വിഴുങ്ങുന്നത്. നാവിന് രുചിയില്ലാത്തപ്പോ ഭക്ഷണം, രുചിയില്ലാന്നതിന്റെ പേരിൽ ഭക്ഷണം ഒഴിവാക്കുന്നതിലും നല്ലത് രുചി അറിയാൻ വേണ്ടിയിട്ട് മരുന്നായിട്ട് ആ ഭക്ഷണത്തെ സങ്കല്പിച്ച് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിനറിയാം അതിനെ എന്ത് ചെയ്യണമെന്ന്. ഇത്ര വലിയ ശരീരത്തിൽ ഈ കുഞ്ഞു നാക്ക് സമ്മതിക്കാതെ നമ്മളൊന്നും വിഴുങ്ങില്ല എന്നുള്ളതാണ് സത്യം. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല. അതങ്ങ് മാറ്റുക. ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ചീത്ത ശീലങ്ങളാണ് നമ്മളെ മോശമാക്കിയെങ്കിൽ ആ ശീലങ്ങൾ മാറ്റാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും, നമ്മൾ നിൽക്കുന്ന വീട്ടിലുണ്ടാക്കും, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും. സോ RCM ID കിട്ടിയ ഓരോരുത്തരും അതിനെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ കാണുക. ഒരു കാര്യം കൂടെ ഇൻ ജനറൽ പറയാനുള്ളത്, ഉദരസഫ കഴിക്കുക, വയറിളക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, നമ്മൾ ബിന്ദാസ് ആയിട്ട് നടക്കും, ഇഷ്ടം പോലെ വാരി വലിച്ചു കഴിക്കും. പക്ഷേ പറ്റിപ്പിടിച്ച മലാംശം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ശരീരത്തിലെ പല വേദനകൾക്കും കാരണം അതാണ്. വയറിനെ കംപ്ലീറ്റ് ക്ലീൻ ആക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഉദരസഫയ്ക്കുണ്ട്. ദയാൽ സാറിന്റെ വീഡിയോയിൽ ചിന്നാമുക്കി ഇല എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് ആ ഇല ഏതാണെന്നറിയില്ല, പക്ഷെ ആ ചിന്നാമുക്കി നമ്മുടെ ഉദരസഫയിലുണ്ട്. 2 സ്പൂൺ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കിടക്കുന്നതിന് മുമ്പ് കുടിച്ച് ഒരു 10-20 മിനിറ്റിനുള്ളിൽ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ കുടിച്ചിട്ട് കിടന്നാൽ രാവിലെ നല്ല സ്മൂത്ത് ആയിട്ട് കംപ്ലീറ്റ് എംറ്റി ആകുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും. അത് ഇടയ്ക്കും തലയ്ക്കും ചെയ്തോളുക. ഡീടോക്സ് ടീ നിങ്ങളുടെ ശീലമാക്കി മാറ്റിയാൽ നിങ്ങളുടെ ബോഡി ഡീടോക്സ് ആകും. സാധാരണ ഗ്രീൻ ടീ ആണെങ്കിൽ അത് ആഹാരത്തിന്റെ സമയവുമായി ബന്ധപ്പെടുത്തി കഴിക്കേണ്ടതുണ്ട്.
ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. ഒരിക്കലും ഗ്രീൻ ടീ കുടിക്കുമ്പോൾ അത് ചൂടായിട്ട് കുടിക്കാൻ പാടില്ല എന്ന് നമ്മളെ പരസ്യം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നതെന്ന് ഗമേല് പറയുന്നവര് അത് ചൂടായിട്ട് കുടിക്കാതിരിക്കുക. ആഹാരവുമായിട്ട് 2 മണിക്കൂർ ഗ്യാപ്പ് വെക്കുക. കാരണം ആഹാരത്തിലെ പോഷകത്തിനെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഡീറ്റോക്സിനുണ്ട്, ആ ഗ്രീൻ ടീക്കുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രീൻ ടീ അത്രയും ദോഷമില്ല. 2ഓ 3ഓ കഴിക്കാം. കോമ്പിനേഷൻ വളരെ വെറൈറ്റിയാണ്. ബോഡിയെ ഡീറ്റോക്സ് ചെയ്യും, നമുക്ക് എനർജി കിട്ടും. ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു സാഷെ ഡീറ്റോക്സ് ടീ കുടിച്ചാൽ അതിന്റെ പകുതി എത്തുമ്പോൾ ശരീരത്തിൽ എനർജി കയറുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്കൊരു 1-2 മണിക്കൂർ നേരത്തേക്ക് ആ എനർജി സസ്റ്റെയിൻ ചെയ്യും. ഇനി ഒരു ഡീറ്റോക്സ് ടീയുടെ ഒരു ടിപ്പും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ മൈൻഡപ്പ് ചെയ്യാണ്. ഡീറ്റോക്സ് ടീ രാവിലെ എഴുന്നേറ്റ് വന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു ഡീറ്റോക്സ് ടീ. 1/2 ടീസ്പൂൺ കൊത്തമല്ലി സൂപ്പർ മാർക്കറ്റിലേതല്ല, മരുന്ന് കടയിലെ കൊത്തമല്ലി വേണം. ഇട്ടാൽ മുളയ്ക്കുന്ന കൊത്തമല്ലി വേണം. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കറുവപ്പട്ട കഷ്ണം വെള്ളത്തിൽ ഇട്ടിട്ട് അത് തിളയ്ക്കുമ്പോ ഇട്ടാ മതി. തിളയ്ക്കുമ്പോ ഇത് ഇട്ടിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഈ കൂട്ടുകൾ ആഡ് ചെയ്യുക. ഒരു 10 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. 1 ലിറ്റർ വെള്ളത്തിനാണിത്. 10 മിനിറ്റ് തിളച്ചു കഴിയുമ്പോൾ അതിനെ ചെറു ചൂടോടെ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുക. ആ 1 ലിറ്റർ വെള്ളം ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഒരു 6 മണിക്ക് മുമ്പായിട്ട് അത് കുടിച്ചു തീർക്കുക. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് അത് തീർത്താൽ മതി. പിടിയാലേ വേണ്ട, സിപ്പായിട്ട് അതിനെ കഴിക്കണം. ഇത് നിങ്ങളുടെ ബോഡിയെ ഡീറ്റോക്സ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ശരീരത്തിലെ അസിഡിറ്റി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പുളിച്ച തകട്ടല്, നെഞ്ചരിച്ചില്, ഗ്യാസ് ഉണ്ടാവല്, ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഞാൻ പരീക്ഷിച്ച് തെളിഞ്ഞതും ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആയ കാര്യങ്ങളാണ്. ഉറക്കം എവിടെ കുറഞ്ഞോ അവിടെ അസിഡിറ്റി ഉണ്ടാവും. എവിടെ ടെൻഷൻ വന്നോ അവിടെ അസിഡിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അസിഡിറ്റി നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അതിനെ മാറ്റാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. RCM നിങ്ങളിലേക്ക് എത്തിച്ചത് ഈശ്വരനാണെന്ന് വിശ്വസിക്കുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണെന്ന് വിശ്വസിക്കുക. ഞാൻ അതിൽ വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ്. പഠിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ്. ഇപ്പോ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഇത്രയും പേരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് നവഭാരത നിർമ്മാണത്തിന്റെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ജയ് RCM, ജയ് ഹിന്ദ്.